പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. ഞാനും എൻ്റെ റമദാനും എന്നതാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം. പരിശുദ്ധ റമദാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ പരാജയങ്ങളിൽ നിന്നും അധപ്പതനങ്ങളിൽ നിന്നും കരകയറാനും എല്ലാവിധ വിജയങ്ങളിലേക്കും ഉയരങ്ങളിലേക്കും കയറിപ്പോകാനും ഉള്ള ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ്. സാധാരണ നിങ്ങൾ പറഞ്ഞു കേൾക്കാറുള്ളത് പോലെ പ്രസംഗവേദികളിലൊക്കെ ഒരു കച്ചവടക്കാരന് സീസൺ ഉണ്ടാകും. ആ സീസണിനെ അറിഞ്ഞും മനസ്സിലാക്കിയും പെരുമാറിയാൽ അവന് കച്ചവടത്തിൽ വമ്പിച്ച ലാഭം കൊയ്യാൻ സാധിക്കും എന്നാണ് പറയാറുള്ളത്. ഒരു വിദ്യാർത്ഥിക്ക് പരീക്ഷാ കാലഘട്ടമുണ്ടാകും. ഒരു ഉദ്യോഗാർത്ഥിക്ക് അവൻ്റെ എൻട്രൻസ് ടെസ്റ്റുകൾ ഉണ്ടാകും. അതിനെ അറിഞ്ഞും മനസ്സിലാക്കിയും പെരുമാറിയാൽ അവൻ്റെ ലക്ഷ്യം പ്രാപിക്കാൻ അവന് കഴിയും എന്നാണ് പറയാറുള്ളത്. എന്നാൽ ഇവിടെ പോലും ഈ താരതമ്യത്തിൽ പോലും തകരാറുണ്ട് എന്ന ഒരു ബോധ്യത്തോടു കൂടിയാവട്ടെ നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുന്നത്. സാധാരണ ഒരു കച്ചവടക്കാരൻ അവന് പ്രത്യേക മോട്ടിവേഷൻ ക്ലാസ്സിൻ്റെ ആവശ്യം വരുന്നില്ല. ആ വ്യത്യാസം എന്താണെന്ന് ഞാൻ പറയാം. ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൻ്റെ ആവശ്യം വരുന്നില്ല. അവന് ബലിപെരുന്നാളാണോ വരുന്നത്, ആ ബലിപെരുന്നാളാണ്. ആരും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അവൻ മനസ്സിൽ നേരത്തെ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ബലിപെരുന്നാളിന് എനിക്ക് 10 ലക്ഷം രൂപ ലാഭം നേടണം, അതിനുള്ള പണികളെടുക്കണം, അത് ഇപ്പം തന്നെ എടുക്കണം, എങ്ങനെ എടുക്കണം, എന്തെല്ലാം ചെയ്യണം, എല്ലാം അവനറിയാം. പ്രത്യേകം ഒരു അധ്യാപകൻ വന്നുകൊണ്ട്, ഒരു മുസ്ലിയാർ വന്നുകൊണ്ട്, ഒരു മൗലവി വന്നുകൊണ്ട്, ഒരു മതപണ്ഡിതൻ വന്നുകൊണ്ട് അവനെ ഉപദേശിക്കേണ്ട ഒരു ആവശ്യമില്ല. ഉപദേശിക്കുകയാണെങ്കിൽ അത് കേൾക്കാൻ പോലും അവൻ നിൽക്കില്ല. കാരണം എനിക്ക് വേറെ പണിയുണ്ട്. നിങ്ങളെ പ്രസംഗം കേൾക്കുന്ന പണി ഇവിടെ. നാളെ മറ്റന്നാൾ ബലിപെരുന്നാളാണ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും മൗസിം തിജാരി കച്ചവട കാലാവസ്ഥയാണ്. അപ്പോൾ അദ്ദേഹം അതിൽ വ്യാപൃതനായിരിക്കും. എന്നാൽ പരലോകമാകുന്ന ഏറ്റവും വലിയ കച്ചവടം, ആ കച്ചവടത്തെ അള്ളാഹു എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് എന്നത് ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പറയാം. പക്ഷേ ആ കച്ചവടത്തിൻ്റെ ഏറ്റവും നല്ല മൗസിം, ഏറ്റവും നല്ല കാലാവസ്ഥയുടെ മുമ്പാകെ വന്നിരിക്കുന്ന നമ്മൾക്ക് ഒരു ആൾ പ്രഭാഷണം നടത്തിയാൽ പോരാ, 2 ആൾ പ്രഭാഷണം നടത്തിയാൽ പോരാ, 3 ആൾ നടത്തിയാൽ പോരാ, 1 വർഷം പോരാ. നിരന്തരമായിട്ട് പ്രഭാഷണങ്ങൾ കേൾക്കേണ്ടി വരുന്ന, പ്രഭാഷണങ്ങൾക്ക് വേണ്ടി ഇരുന്ന് കൊടുക്കേണ്ടി വരുന്ന, ആ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളതെന്താണ് എന്ന് പ്രാവർത്തിക ജീവിതത്തിൽ കാണിക്കാൻ പോലും സമയം കിട്ടാതെ, ഖുർആൻ പാരായണത്തിൻ്റെ മഹത്വം അവൻ കുറേ കേൾക്കുന്നുണ്ട്. പാരായണം ചെയ്യാൻ അവിടെ സമയം, നമസ്കാരത്തിൻ്റെ പുണ്യം ഒരുപാട് കേട്ടു, നമസ്കരിക്കാൻ സമയമില്ല, പറയുന്നവനുമില്ല കേൾക്കുന്നവനുമില്ല. ഇങ്ങനെ ഒരവസ്ഥയിൽ നമ്മൾ മോട്ടിവേഷൻ ക്ലാസ്സിലേക്ക്, പഴയ ഭാഷയിൽ പറഞ്ഞാൽ വാഴ് കേൾക്കേണ്ടതിലേക്ക് നമ്മൾ ആവശ്യക്കാരൻ ആവുകയാണ്. ഇവിടുത്തെ കച്ചവടക്കാരൻ ആവശ്യക്കാരനല്ല. ഇവിടെ എൻട്രൻസിന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥി ഒരു മോട്ടിവേഷൻ ക്ലാസ് കാത്തിരിക്കുന്നില്ല. എന്നാൽ ഈ 2 കച്ചവടങ്ങളും തമ്മിലുള്ള വ്യത്യാസം, വലിയ വ്യത്യാസമുണ്ട്. ഈ താരതമ്യത്തിൽ ഇരിക്കുന്ന ഒരു അപകടം എന്താണ്? ആ അപകടം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കച്ചവടങ്ങൾ വിജയം സുനിശ്ചിതമല്ല. കച്ചവടത്തിന് ഇറങ്ങിയ ആളുകളിൽ എത്ര ശതമാനം ആളുകൾ ലാഭം നേടി പോരുന്നുണ്ട്? മാർക്കറ്റിൽ ഇറങ്ങിപ്പോയി നോക്കണം. വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉണ്ടാക്കി വെച്ച് വാടക കൊടുക്കാൻ പോലും മാസാമാസം കയ്യിൽ പൈസ ലഭിക്കാത്ത എത്ര കച്ചവടക്കാരുണ്ട്. നമ്മൾ സക്കാത്തിൻ്റെ പിരിവിന് പോകും, വല്ല സക്കാത്തും അവർക്ക് അങ്ങോട്ട് കൊടുക്കണമെന്ന് തോന്നിപ്പോകും അവരുടെ അവസ്ഥ കണ്ടാൽ. എത്ര കച്ചവടക്കാരുണ്ട്. ശരിയാണ്, ചെറിയ 1%, 1-2% ആളുകൾക്ക് കച്ചവടത്തിൽ നല്ല ലാഭമുണ്ടാകും. ബാക്കിയുള്ള ആളുകൾ പരാജയമാണ്, പാവങ്ങളാണ്. കച്ചവടക്കാരെ ഞെക്കിപ്പിയുന്ന നമ്മളെപ്പോലുള്ള ആളുകൾ മാത്രമല്ല, ഇവിടുത്തെ ഔദ്യോഗിക സർക്കാർ ഏജൻസികൾ പോലും കാരുണ്യത്തിൻ്റെ ഒരു 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 എന്താ പറയുക, ഒരു തുള്ളി കാരുണ്യം പോലും കാണിക്കാതെ അവരെ പീഡിപ്പിക്കുകയാണ്. വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പരാജയപ്പെടുകയാണ്. പരീക്ഷയിൽ അവൻ പരാജയപ്പെടേണ്ടത് ഇവിടുത്തെ ഏജൻസികളുടെ ആവശ്യമാണ്. കാരണം ആകപ്പാട് 50 സീറ്റേ ഉള്ളൂ.
ആകപ്പാടെ ഇവിടുത്തെ ഭരണകൂടത്തിന് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആകെ 50 സീറ്റേ ഉള്ളൂ. ഉദ്യോഗാർത്ഥികൾ എത്രയുണ്ട്? 50,000 ഉണ്ട്. 50,000 ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ വന്നാൽ അതിൽ 50 കവിഞ്ഞിട്ടുള്ള ബാക്കിയുള്ളവരെ മുഴുവനും പരാജയപ്പെടുത്തി വിടുക എന്നത് അവിടുത്തെ പ്രഖ്യാപിത തീരുമാനമാണ്. അവരെല്ലാവരെയും ജയിപ്പിച്ചു വിട്ടാൽ ആര് ജോലി കൊടുക്കും? റാങ്ക് ലിസ്റ്റിൽ പേര് വന്നവർക്ക് പോലും ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിവാദങ്ങൾ നടക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. പിന്നെ എങ്ങനെ ബാക്കിയുള്ളവരെ റാങ്ക് ലിസ്റ്റിൽ കൊണ്ടുവരിക? അവർക്ക് സീറ്റ് ഇല്ല. എന്നിട്ടും മനസ്സിലാക്കണം, കച്ചവടത്തിലെ വിജയസാധ്യത സുനിശ്ചിതമല്ല. പരാജയപ്പെടാനുള്ള സാധ്യത 95%. നഷ്ടപ്പെട്ടു പോകാൻ, ബാങ്ക്രപ്റ്റായി പോകാൻ, പാപ്പർ സൂട്ടായി പോകാനുള്ള സാധ്യത 95%. ഇറക്കിയ മൂലധനം തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്ന് മാത്രമല്ല, വീടും കുടിപ്പറയും നമ്മുടെ അടിയാധാരം വരെ പണയം വെച്ചുകൊണ്ട് വേണ്ടി വരും നമ്മൾ കടം വീട്ടാൻ. ഒരു പക്ഷേ അത്രയും ദുർഘടമായ, അത്രയും പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു മേഖലയിലേക്ക് നമ്മൾ ഓരോരുത്തരും എടുത്തു ചാടുകയാണ്. ഒരു ട്യൂട്ടറുടെ ആവശ്യമില്ലാതെ, ഒരു മോട്ടിവേഷൻ പ്രഭാഷകന്റെ ആവശ്യമില്ലാതെ. സീറ്റുകൾ പരിമിതമാണ് എന്നറിഞ്ഞിട്ടും വിദ്യാർത്ഥികൾ ആഞ്ഞടിക്കുകയാണ്, പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഓളം തള്ളി വരികയാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ വേറെ ഒരു പരിശോധനയുടെ മുമ്പിലാണ്, നമ്മൾ വേറെ ഒരു കച്ചവടത്തിൻ്റെ മുമ്പിലാണ്. ആ കച്ചവടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിക്കുന്നത് തിജാറത്തുൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത കച്ചവടം. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല എന്ന് മാത്രമല്ല, മൂലധനം നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാമെന്ന ഗ്യാരണ്ടി മാത്രമല്ല, അങ്ങനെ ഗ്യാരണ്ടിക്ക് പോലും ആളുകൾ കച്ചവടത്തിന് പോകൂലല്ലോ. നമ്മളിന്ന് കച്ചവടം ചെയ്യുന്നത് എന്തിനാണ്? മൂലധനം കിട്ടാൻ വേണ്ടിയിട്ടാണോ? 10 ലക്ഷം രൂപ ഇറക്കുന്നത് 10 ലക്ഷം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയല്ല, അത് 1 കോടി രൂപയാക്കി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ്, അത് 2 കോടിയാക്കാൻ വേണ്ടിയാണ്. എന്നാൽ അവിടെ മൂലധനത്തിന് പോലും ഗ്യാരണ്ടി ഇല്ല. അള്ളാഹുവുമായിട്ടുള്ള കച്ചവടം, അള്ളാഹു ഇതിനെ കച്ചവടം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന, അള്ളാഹു വിശ്വാസികളിൽ നിന്ന് വാങ്ങുകയാണ്, സ്വീകരിക്കുകയാണ്, വില നൽകി വാങ്ങുകയാണ്, വിശേഷിപ്പിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. വേറൊരു സ്ഥലത്ത് പറയുന്നു, വതിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടപ്പെടാത്ത കച്ചവടമാണ്. അവൻ്റെ ക്യാപിറ്റലുമായി തിരിച്ചു വരാമെന്ന് മാത്രമല്ല, അവൻ ലാഭം നേടുകയാണ്. ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറത്തിൻ വഇൻ തകു ഹസനതൻ യുളാഇഫുഹാ വയുഅതി മിൻ ലദുൻഹു അജ്റൻ അളീമാ. ഈ കച്ചവടത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ അടിമകൾക്ക് മൂലധനം കൊടുത്ത് പിരിച്ചുവിടുന്നവനല്ല. ഒരു കണിക പോലും, ഒരു തന്മാത്ര പോലും അടിമകളെ ആക്രമിക്കാത്ത, വമാകാനല്ലാഹു ലിയദ്ലിമഹും, അക്രമം എന്നത് അവന് അഭിലഷണീയമല്ല, അവന് അഭികാമ്യമല്ല, അവൻ്റെ ഉത്തമ ഗുണങ്ങളോട് യോജിക്കുന്നതല്ല. അവൻ ക്യാപിറ്റലിൻ്റെ കൂടെ വമ്പിച്ച വർധനവ് കൊടുക്കുന്നു, ഇരട്ടി ലാഭം കൊടുക്കുന്നു. എത്ര ഇരട്ടിയാണ് കൊടുക്കുന്നത്? ഏറ്റവും ചുരുങ്ങിയത് 10 ഇരട്ടിയാണ്. ഈ സദസ്സിലുള്ള ഓരോ സ്ത്രീക്കും ഓരോ പുരുഷനും അള്ളാഹു കൊടുക്കുന്ന ലാഭത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ തോത് അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാ, ഒരു നന്മയുടെ പ്രതിഫലം ഏറ്റവും ചുരുങ്ങിയത് 10 ഇരട്ടിയാണ്. അത് വലിയ മുത്തഖീങ്ങളായ, വലിയ പണ്ഡിതന്മാരായ, വലിയ സദ്വൃത്തരായ, വലിയ സ്വാലിഹീങ്ങളായ ആളുകൾക്കുള്ളതാണോ? അല്ല, അത് ഒരു സാധാരണ സത്യവിശ്വാസിക്കുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പാസ്വേഡ് കയ്യിലുള്ളവനാണോ, ആ പാസ്വേഡ് കയ്യിലുള്ളവളാണോ, അവൾക്ക് ഉള്ളതാണ്, അവനുള്ളതാണ്. ഏറ്റവും ചുരുങ്ങിയത് 10. 1 രൂപ നിങ്ങൾ കൊടുത്താൽ അതിന് അള്ളാഹു ഉടനടി എഴുതി വെക്കുന്നത് 10 രൂപയാണ്. എന്നാൽ 10 രൂപയിൽ അത് ഒതുങ്ങുന്നില്ല.
മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ വല്ലാഹു യുളാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. നിങ്ങൾ അള്ളാഹുവിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്ന ഒരു രൂപയുണ്ടല്ലോ, ആ ഒരു രൂപയെക്കുറിച്ച് അള്ളാഹു പറയുന്നത് നഷ്ടക്കച്ചവടമല്ല, മൂലധനവുമായി പോകുന്ന കച്ചവടവുമല്ല. പിന്നെയോ അവൻ്റെ ഉദാഹരണം കമസലി ഹബ്ബത്തിൻ, ഒരു ഗോതമ്പ് മണി വയലിൽ കൊണ്ടുപോയി വിതറുന്നവനെ പോലെയാണ്. ഒരു തേങ്ങ മുളച്ച ഒരു തേങ്ങ തയ്യായിട്ട് നട്ടുപിടിപ്പിക്കുന്നവനെ പോലെയാണ്. ഒരു നെൽമണി വയലിൽ കൊണ്ടുപോയി കൃഷി ചെയ്യുന്നവനെ പോലെയാണ്. കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില, ആ ഗോതമ്പ് മണിയിൽ നിന്ന് 7 കതിരുകൾ പൊട്ടിവിടരുന്നു. ഒരു ഗോതമ്പ് മണി മുളച്ചാൽ 7 മണികൾ പൊട്ടിവിടരുന്നു. ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കതിരിലും 100 മണികളുണ്ട്. നിങ്ങൾ നോക്ക്, നിങ്ങളെ തലയുടെ മുകളിലുള്ള തെങ്ങിൻ്റെ കൊലച്ചിൽ, ഒരു കൊലച്ചിലിൽ 10 തേങ്ങയുണ്ട്. അങ്ങനെയുള്ള 10 കൊലച്ചിൽ ആ തെങ്ങിൻ്റെ മുകളിലുണ്ടെങ്കിൽ 10 × 7 70 തേങ്ങയെയും വഹിച്ചുകൊണ്ടാണ് ഒരു തെങ്ങിൻ്റെ മരം നിൽക്കുന്നത്. എന്നാൽ ഒരു ഗോതമ്പിൻ്റെ കതിർ നിൽക്കുന്നത് 7 കതിരുകളുള്ള ഒരു തടിയാണ്. ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, 7 × 100 700. നിങ്ങൾ ഒരു മണി, ഇത് പ്രായോഗിക ജീവിതത്തിലെ ഉദാഹരണമല്ലേ? കർഷകർക്ക് അറിയുന്നതല്ലേ? കച്ചവടക്കാർക്ക് അറിയുന്നതല്ലേ? 100 രൂപയുമായി പച്ചമീൻ കച്ചവടം തുടങ്ങിയ കച്ചവടക്കാരൻ ഇന്ന് കോൺക്രീറ്റ് കൊട്ടാരത്തിൽ താമസിക്കുന്നു. 1,00,000 രൂപയുമായി ഓട്ടോറിക്ഷ വാങ്ങിയിട്ട് ഡ്രൈവിംഗ് ജോലി നടത്തുന്ന ഒരു ഗൃഹനാഥൻ ഇന്ന് വലിയൊരു കുടുംബത്തെ പോറ്റി വളർത്തുന്നു. ഭാര്യയെയും സന്താനങ്ങളെയും സംരക്ഷിച്ചു കൊണ്ടുപോകുന്നു. പ്രായോഗിക ജീവിതത്തിലെ ഉദാഹരണമല്ലേ? 7 × 100 700. 1 രൂപ കൊടുത്താൽ 10 രൂപ ഏറ്റവും ചുരുങ്ങിയതാണ്. ഈ സദസ്സിലുള്ള എല്ലാവർക്കും ഉള്ളതാണ് ഇൻഷാ അല്ലാഹ്. 1 രൂപക്ക് 10 രൂപ. എന്നാൽ അവിടെ അവസാനിക്കുന്നില്ല. 1 രൂപക്ക് 1 രൂപയല്ല, 1 രൂപക്ക് 10 രൂപയല്ല, പിന്നെയോ 1 രൂപക്ക് 700 രൂപ. 1 രൂപക്ക് 700 രൂപ കഴിഞ്ഞിട്ടില്ല. വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും മടങ്ങുകളായി അതിനെ മൾട്ടിപ്ലിക്കേഷന് വിധേയമാവുകയാണ്, ഗുണനത്തിന് വിധേയമാവുകയാണ്. എത്രയാണ് അത് ഗുണിക്കപ്പെടുന്നത് എന്ന് ആർക്കും അറിയില്ല. എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല, ഒരു പ്രവാചകനും അറിയില്ല, ഒരു മലക്കനും അറിയില്ല. അത് അള്ളാഹുവിൻ്റെ രേഖയിലുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ യഖ്ബലു സ്വദഖത ബിയമീനിഹി ഫയുർബിഹാ ലിഅഹദികും കമാ യുർബി അഹദുകും മുഹറഹു ഹത്താ തകൂന മിസ്ല ജബലി ഉഹദിൻ. നിങ്ങൾ നൽകുന്ന നിങ്ങളുടെ ചെറിയ സംഭാവനകൾ, അത് നിങ്ങൾ ചെറിയതാണെങ്കിലും നിങ്ങളുടെ മനോഭാവം അനുസരിച്ച് അത് വലുതായിക്കൊണ്ടിരിക്കും. 1 രൂപയാ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മാനസികാവസ്ഥ എന്താണ്? പഠിച്ചോനെ ആകെ 1 ഉറുപ്പിയേ ഉള്ളൂ, അല്ലെങ്കിൽ ആകെ 2 രൂപയേ ഉള്ളൂ. ആ 2 രൂപയിൽ നിന്ന് നേർപകുതിയാകുന്ന 1 രൂപ അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി ഞാൻ നൽകുന്നു. ഇവിടെയുള്ള പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചു വിടാൻ വേണ്ടി ഞാൻ നൽകുന്നു. പാവപ്പെട്ട വിധവയായ ഒരു സ്ത്രീക്ക് വേണ്ടി ഞാൻ നൽകുന്നു. 2 രൂപയുള്ള ഞാൻ 1 രൂപ നൽകുന്നു. വേറെ ഒരാളുണ്ട്, അയാൾ 2 കോടി രൂപയുടെ ആസ്തിയുള്ളവനാണ്. അയാൾ 1000 രൂപ നൽകുന്നു. ഏതിനാണ് തൂക്കം കൂടുതലെന്ന് നിങ്ങൾക്കറിയുമോ? ദിർഹമുൻ സബഖ മിഅത അൽഫി ദിർഹം. അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഒരു ദിർഹം, ആ ദിർഹമിൻ്റെ പ്രത്യേകത സബഖ മിഅത അൽഫി ദിർഹം. 1,00,000 ദിർഹമിനെ അത് ഓവർടേക്ക് ചെയ്തു. സഹാബികൾ ചോദിച്ചു, അതെങ്ങനെ നബിയെ? 1,00,000 ദിർഹം സംഭാവന ചെയ്ത മുതലാളി അപ്പുറത്തിരിക്കുന്നു, ഇപ്പുറത്ത് പാവപ്പെട്ട ഒരാൾ 1 ദിർഹം കൊടുത്ത്, ആ 1 ദിർഹം എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ 1,00,000 ദിർഹമിനേക്കാൾ ഓവർടേക്ക് ചെയ്തത്?
അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ദിർഹം കൊടുത്തവനുണ്ടല്ലോ, അവൻ്റെ കയ്യിൽ ആകെ 2 ദിർഹമാണുള്ളത്. അവൻ്റെ ആകെ ആസ്തി 2 ദിർഹമാണ്. തൻ്റെ ആസ്തിയുടെ നേർപകുതിയാകുന്ന 1 ദിർഹം എടുത്തുകൊണ്ടാണ് അവൻ ഈ സംഭാവന പെട്ടിയിൽ നിക്ഷേപിച്ചത്. മറ്റേ ആളുടെ കൈവശം 2 കോടി ദിർഹമുണ്ട്. ആ 2 കോടിയിൽ നിന്നാണ് അയാൾ 1000 കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ദിർഹമുൻ സബഖ മിഅത അൽഫി ദിർഹം എന്ന് പ്രവാചകൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് എന്തായിരുന്നു? ഇന്നല്ലാഹ യഖ്ബലു സ്വദഖത ബിയമീനിഹി, അല്ലാഹു ദാനധർമ്മങ്ങളെ അവൻ്റെ വലത് കൈകൊണ്ട് സ്വീകരിക്കും. നിങ്ങൾ ദാനം ചെയ്യുന്നത് അയൽവാസിയായ സഹോദരന് വേണ്ടിയല്ല, നിങ്ങൾ ദാനം ചെയ്യുന്നത് പള്ളിക്കമ്മറ്റിക്ക് വേണ്ടിയല്ല, നിങ്ങൾ ദാനം ചെയ്യുന്നത് ഈ ചേളന്നൂർ പ്രദേശത്തെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ഉത്തമ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് അല്ല. നിങ്ങൾ ഈ നാണയത്തുട്ട് നൽകുന്നത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇന്നല്ലാഹ യഖ്ബലു സ്വദഖത ബിയമീനിഹി, അല്ലാഹു അവൻ്റെ വലത് കൈയിലേക്കാണ് നിന്റെ ദാനം സ്വീകരിക്കുന്നത്. നീ കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു സഹോദരിക്കായിരിക്കും, നീ കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു യതീം കുട്ടിക്കായിരിക്കും, നീ കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു പള്ളിക്കമ്മറ്റിക്കായിരിക്കും. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നിക്ഷേപിക്കപ്പെടുന്നത് അള്ളാഹുവിൻ്റെ കൈകളിലാണ്. നീ ഇടപാട് നടത്തുന്നത് അള്ളാഹുവുമായിട്ടാണ്. നീ ഇടപാട് നടത്തുന്നത് അയൽവാസികളുമായിട്ടല്ല, നിന്റെ ഭാര്യയുമായിട്ട് അല്ല, നിന്റെ ഭർത്താവുമായിട്ട് അല്ല, നിന്റെ പിതാവോ മാതാവോ ആയിട്ട് അല്ല. നീ ഏത് വിഷയത്തിലും ഇടപാട് നടത്തുന്നത് നിന്റെ കച്ചവടക്കാരൻ, നിന്റെ മുമ്പിലുള്ള ആള് അല്ലാഹു റബ്ബുൽ ഇസ്സത്തി വൽ ജലാൽ ആകുന്നു. ആ ഓർമ്മയിൽ നീ 1 രൂപ സദഖ ചെയ്യുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ സംഭാവന കൊടുക്കുമ്പോൾ, ദിർഹം കൊടുക്കുമ്പോൾ, ദീനാർ കൊടുക്കുമ്പോൾ ആ ദീനാറിൽ സുഗന്ധം പുരട്ടിയിട്ടാണ് കൊടുക്കാറുള്ളത് എന്ന് സ്വഹീഹായ റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കുന്നു. നമ്മൾ 10 രൂപൻ്റെ നോട്ടെടുക്കുമ്പോൾ ആ 10 രൂപൻ്റെ നോട്ടിൻ്റെ മുകളിൽ ഒരു ചെറിയ അത്തർ പുരട്ടിയിട്ട് കൊടുക്കുക. 10 രൂപൻ്റെ നോട്ടിൽ അത്തർ പുരട്ട് സുന്നത്തായ കാര്യം എന്നല്ല, അങ്ങനെ വിചാരിക്കണ്ട. ഇതിൻ്റെ മനോഭാവമാണ്. ഞാൻ ഒരു പവനിൻ്റെ സ്വർണത്തിൻ്റെ കോയിൻ കൊടുക്കുകയാണ് പള്ളിക്ക് വേണ്ടി. ഞാൻ കൊടുക്കുന്നത് പള്ളിക്കല്ല, പള്ളിക്കമ്മറ്റിക്കല്ല, ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിനല്ല. ഞാൻ നേർക്കുനേരെ അള്ളാഹുവിൻ്റെ കയ്യിലേക്ക് വെക്കുന്നതാണ് ഈ സ്വർണത്തിൻ്റെ കോയിൻ. അതുകൊണ്ട് പ്രതീകാത്മകമായി എൻ്റെ മനോഭാവത്തെ അടയാളപ്പെടുത്താൻ ഞാനതിൻ്റെ മുകളിൽ സുഗന്ധം പുരട്ടുന്നു എന്ന നീയത്തോടുകൂടി നിങ്ങൾ അതിന് അത്തറ് പുരട്ടി കൊടുത്താൽ അതിന് കൂലിയുണ്ട്. അല്ല, അത്തറ് പുരട്ടി കൊടുക്കൽ പ്രത്യേക സുന്നത്തൊന്നുമില്ല. ചില ആളുകളൊക്കെ അങ്ങനെ പ്രചരിപ്പിക്കും. അങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല. നമ്മുടെ മനോഭാവമാണ് അവിടെ, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് അവിടെ. ആറ്റിറ്റ്യൂഡിന് പ്രതിഫലമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവർത്തന ശൈലി, എല്ലാ പ്രവർത്തന ശൈലിയും മതത്തിൻ്റെ ഭാഗമായിക്കൊള്ളണമെന്നില്ല. എന്നാൽ പോലും എൻ്റെ പ്രവാചകൻ്റെ ശൈലിയാണ്. എൻ്റെ പ്രവാചകന് ചുരങ്ങ എന്ന് പറയുന്ന പച്ചക്കറി വിഭവത്തോട് വലിയ ഇഷ്ടമായിരുന്നു. ചുരങ്ങ കഴിക്കൽ സുന്നത്തായ കാര്യമൊന്നുമല്ല, പക്ഷേ പ്രവാചകന് ഇഷ്ടമായിരുന്നല്ലോ എന്നതിൻ്റെ പേരിൽ ഒരാൾ ചുരങ്ങ കഴിക്കുകയാണെങ്കിൽ ആ മനോഭാവത്തിന് പ്രതിഫലമുണ്ട്. പ്രവാചകന്റെ വസ്ത്രധാരണ രീതി, അങ്ങനെ ഓരോ രീതിയും മനോഭാവമാണ് അവിടെ പ്രതിഫലിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ അതിൽ സുഗന്ധം പുരട്ടി കൊടുക്കാറുണ്ടായിരുന്നു. കാരണം ആയിഷക്ക് അറിയാം, ഞാൻ ഈ കൊടുക്കുന്നത് യതീം കുട്ടിക്ക് അല്ല, ഞാൻ ഈ കൊടുക്കുന്നത് അയൽവാസിയായ സഹോദരിക്ക് അല്ല, ഞാൻ ഈ കൊടുക്കുന്നത് എൻ്റെ ഭർത്താവിന് അല്ല, എൻ്റെ ഭാര്യയ്ക്ക് അല്ല, ഞാൻ ഈ കൊടുക്കുന്നത് എൻ്റെ യജമാനനായ, എൻ്റെ സൃഷ്ടാവായ, എൻ്റെ അനുഗ്രഹദാതാവായ, എനിക്ക് നിമിഷാനിമിഷം സൂര്യപ്രകാശം നൽകിക്കൊണ്ടിരിക്കുന്ന, ചന്ദ്രൻ്റെ വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്ന, ജീവവായു നൽകിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു ജല്ല ജലാലുഹു, അല്ലാഹുവിൻ്റെ കയ്യിലേക്കാണ് ഞാനിത് കൊടുക്കുന്നത്. കീറിയ നോട്ടെടുത്ത്
എടുത്തു കൊടുക്കാൻ പാടില്ല, വളയാത്ത തേങ്ങ നോക്കി കൊടുക്കാൻ പാടില്ല, ചപ്പയായ ഗോതമ്പിന്റെ മണികൾ കൊടുക്കാൻ പാടില്ല. ഏറ്റവും മുന്തിയത് കൊടുക്കണം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ വമാ തുൻഫിഖു മിൻ ഷൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. നിങ്ങൾ ഏറ്റവും മുന്തിയത് തിരഞ്ഞെടുത്ത് കൊടുക്കുമ്പോൾ തേങ്ങ പറിച്ചു കഴിഞ്ഞു, 500 തേങ്ങ കൂട്ടിയിട്ടിട്ടുണ്ട്, നല്ല മുന്തിയ തേങ്ങയുണ്ട്. ഒരു തേങ്ങ എടുത്താൽ 5 കിലോ വെയിറ്റുള്ള വലിയ തേങ്ങയുണ്ട്. പാവപ്പെട്ട അയൽവാസി വരുന്നുണ്ട്, അയൽവാസികൾക്ക് അരക്കാൻ തേങ്ങയില്ല. ഒരു മാസത്തിൽ ഒരു ദിവസം പോലും തേങ്ങ അരച്ച കറി കഴിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത അയൽവാസിയുണ്ട്. എൻ്റെ വീട്ടിൽ ഒരു 25 തെങ്ങിൽ നിന്ന് 500 തേങ്ങ ഞാൻ ഒരു മാസത്തിൽ വലിച്ചു കൂട്ടുന്നുണ്ട്. ആ തേങ്ങയിൽ നിന്ന് ഒരു തേങ്ങ എടുത്തുകൊണ്ട് അയൽവാസിക്ക് എൻ്റെ സക്കാത്ത് കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല. അതിന് പല കാരണമുണ്ട്. ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. ഒരു കാരണം എന്താ? ആ തേങ്ങക്ക് സക്കാത്തില്ല. അങ്ങനല്ലേ പള്ളിയിൽ നിന്ന് പറഞ്ഞത്, അങ്ങനല്ലേ മൊഴിയാർ പ്രസംഗിച്ചത്. തേങ്ങക്ക് സക്കാത്തോ? ഇനിയിപ്പോൾ തേങ്ങക്ക് സക്കാത്ത് ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അതിന് ഭയങ്കര പാണ്ഡികശാലയിൽ കൊണ്ടുപോയി വിൽക്കാൻ മാത്രം, ഒരു മിനി ലോറിയിൽ കൊണ്ടുപോകാൻ മാത്രം തേങ്ങ ഉണ്ടെങ്കിൽ എന്നാ കൊടുത്താൽ മതി. ഷാഫി മദ്ഹബാന്നും പറയും. ഈ ഷാഫി മദ്ഹബിന്റെ പേരിലും ഹനഫി മദ്ഹബിന്റെ പേരിലും നാട്ടിലെ ജനങ്ങളെ കൈപ്പിടിച്ചുയർത്താൻ പര്യാപ്തമല്ലാത്ത കർമ്മശാസ്ത്രം, നാട്ടിലെ ദുർബലരായ സഹോദരന്മാരെയും സഹോദരിമാരെയും അടിച്ചമർത്തപ്പെടുന്ന പീഡിത മുസ്ലിം ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് കരുത്തിൻ്റെ പാഠങ്ങൾ പകർന്നു നൽകാൻ പറ്റാത്ത കർമ്മശാസ്ത്രം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ സമുദായത്തെ പഠിപ്പിക്കുകയില്ല. അബൂ ഹനീഫത്തുൻ നൊമാൻ പഠിപ്പിക്കുകയില്ല. അതൊക്കെ ഓരോ കാലഘട്ടത്തിന് അനുയോജ്യമായ ഫിഖ്ഹുകൾ അവർ പറഞ്ഞിട്ടുണ്ടാകും. ഹാറൂൻ റഷീദ് ഭരിക്കുന്ന കാലം, ഉമവി ഭരണകാലഘട്ടത്തിൻ്റെ സുവർണ കാലഘട്ടം, അന്ന് പറഞ്ഞ ഫത്വ ആ ഫത്വ തന്നെയാണ് നരേന്ദ്രമോദി നാട് ഭരിക്കുന്ന കാലത്ത് റാങ്ക് ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് വന്ന ഒരു മുസ്ലിം കുട്ടിക്ക് ഇന്നേ വരെ നിയമനം ലഭിക്കാത്ത ഒരു കാലത്ത് 500 തേങ്ങയുള്ള ഒരുത്തൻ്റെ വളപ്പിൽ നിന്ന് ഒരു തേങ്ങ തൊട്ടടുത്ത അയൽവാസിയുടെ അടുക്കളയിലേക്ക് പോകണമെന്ന മനോഭാവം വന്നിട്ടില്ലെങ്കിൽ പിരിച്ചുവിട്ടു പോകൂ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഈ ഷാഫി മദ്ഹബിൽ പറയും പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. ഷാഫി മദ്ഹബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കളിക്കുവാനുള്ള തോന്നിവാസത്തിനുള്ള പ്രസ്ഥാനമല്ല. ഷാഫി മദ്ഹബിലെ പ്രാമാണികരായ ആദരണീയരായ പണ്ഡിതന്മാരുടെ രേഖകൾ, ചരിത്രങ്ങൾ, അവരുടെ കഥകൾ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. തക്കാളി കൃഷി ചെയ്തെടുക്കുന്നവൻ, പച്ചമുളക് കൃഷി ചെയ്തെടുക്കുന്ന പണ്ഡിതന്മാരുണ്ടായിരുന്നു. പച്ചമുളക് കൃഷി ചെയ്ത് എന്താ കിട്ടുക? സ്വന്തം വളപ്പിൽ 10 സെന്റ് ഭൂമിയിൽ പച്ചമുളക് ഉൽപ്പാദിപ്പിച്ചു, തക്കാളി ഉൽപ്പാദിപ്പിച്ചു. വണ്ടക്ക കൊയ്തെടുക്കുന്ന ദിവസത്തിൽ എനിക്ക് 10 വണ്ടക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലെ 2 വണ്ടക്ക എൻ്റെ അയൽവാസി കറി വെക്കട്ടെ എന്ന് തീരുമാനിച്ച് പ്രിയപ്പെട്ട സഹോദരന്മാരെ, തക്കാളിയും വെണ്ടക്കയും പച്ചമുളകും പയറും വിളവെടുപ്പിൻ്റെ ദിവസത്തിൽ എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ത്വയ്യിബാത് അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും വമിമ്മാ കസബ് വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർളി. ഞാൻ നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് കൊണ്ടുവന്നു തന്നതിൽ നിന്ന് നിങ്ങൾ കൊടുക്കണം എന്നാ പറഞ്ഞത്. നിങ്ങളെ തറവാട്ടിൽ നിന്ന് കൊടുക്കണം എന്നല്ല പറഞ്ഞത്. നിങ്ങളെ വാപ്പയുടെ അനന്തര സ്വത്ത് കൊടുക്കണം എന്നല്ല പറഞ്ഞത്. ഞാൻ ഈ ഭൂമിയിൽ നിന്ന്, ഈ പാറപ്പുറത്ത് നിന്ന്, ഈ വയലിൽ നിന്ന്, ഈ പറമ്പിൽ നിന്ന് നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ തെങ്ങിൻ്റെ തൈ വെച്ചു? അവർക്ക് ഉൽപ്പാദനം ഉണ്ടായോ? നിന്റെ തെങ്ങ് വളർന്നു. നിങ്ങളുടെ ആളുകൾ എത്ര പയറും വണ്ടക്കയും തക്കാളിയും കൃഷി ചെയ്തു? എത്ര ആളുകൾക്ക് തക്കാളി ലഭിച്ചു? എന്നാൽ അവർക്ക് തക്കാളി ലഭിച്ചിട്ടില്ല. നിന്റെ തക്കാളി വളർന്നു, നിന്റെ തക്കാളി വികസിച്ചു. ഒരു 10 തക്കാളിയിൽ നിന്ന് ഒരു തക്കാളി അയൽ വീട്ടിലേക്ക് കൊടുക്കാൻ നിന്റെ ഇസ്ലാം മതം നിന്നെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ നീ ഉള്ളത് വേറെ മതത്തിലാണ്. നീ വിശുദ്ധ ഖുർആൻ കണ്ടിട്ടില്ല. നീ ഈ പുരോഹിതന്മാരുടെ പ്രഭാഷണം മാത്രമേ കേട്ടിട്ടുള്ളൂ. അങ്ങനെ തൊട്ടടുത്ത വീട്ടിലെ അയൽവാസിയായ പാവപ്പെട്ടവന് സക്കാത്തിന്റെ വിഹിതം ഇതിൽ നിന്ന് എടുത്തു കൊടുത്തിരുന്ന ഷാഫി മദ്ഹബിലെ പണ്ഡിത പ്രമുഖരെ എനിക്കറിയാം. ഫത്വ പറയേണ്ടത് എങ്ങനെ, ഒരു സമൂഹത്തെ കൈപ്പിടിച്ച് നടത്തേണ്ടത് എങ്ങനെ, അത് വേർതിരിച്ച് മനസ്സിലാക്കാൻ പക്വതയില്ലാത്ത അക്കാഡമിസമാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ നൽകുന്നതെങ്കിൽ നമ്മൾ പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആരെയും ആക്ഷേപിക്കുകയല്ല, ആരെയും ആക്ഷേപിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ.
പ്രായോഗിക തലത്തിൽ സംസാരിക്കുന്ന എനിക്ക് കുഴപ്പങ്ങളുണ്ടാകാം, സ്റ്റേജിലുള്ളവർക്ക് കുഴപ്പങ്ങളുണ്ടാകാം. വതവാസൗ ബിൽ ഹഖ്, പരസ്പരം ഉണർത്തിക്കൊടുക്കുക എന്ന നിലയിൽ മാത്രം പറയുന്നതാണ്. ചിലപ്പോൾ ശബ്ദത്തിന് പരുക്കൻ സ്വഭാവം തോന്നിയേക്കാം, അത് വിഷയത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, അള്ളാഹു അവൻ്റെ വലത്തെ കയ്യിൽ നിങ്ങൾ നൽകുന്ന സംഭാവന സ്വീകരിക്കുന്നു. കഴിഞ്ഞില്ല, എന്നിട്ട് എന്താ ചെയ്യുന്നത്? നിങ്ങൾ നൽകിയിട്ടുള്ള നാണയത്തൊട്ട് ഇല്ലേ, ആ നാണയത്തൊട്ട് അള്ളാഹുവിൻ്റെ വലത്തെ കയ്യിലാണ്. അത് എവിടെയെങ്കിലും കെട്ടിപ്പൂട്ടി വെക്കുകയല്ല. എന്നിട്ട് എന്താണ് അള്ളാഹുവിൻ്റെ പരിപാടി? അള്ളാഹുവിൻ്റെ പരിപാടി എന്താണ്? ഫയുർബീഹി ലിഅഹദികും, ആ സംഭാവന നൽകിയവന് വേണ്ടി അള്ളാഹു ആ ഒറ്റ രൂപ നാണയത്തെ വളർത്തി വളർത്തി വലുതാക്കുകയാണ്. ഏതുപോലെയാണ് വളർത്തി വലുതാക്കുന്നത്? കമാ യുർബി അഹദുക്കും മുഹറഹു, നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾ അവൻ്റെ ഒട്ടകക്കുട്ടിയെ വളർത്തി വലുതാക്കുന്നത് പോലെ. അറബികളോടാണ് സംസാരിക്കുന്നത്. അറബികൾ വളർത്തുന്ന മൃഗമാണ് ഒട്ടകം. അവരതിനെ വളർത്തി വളർത്തി ഒരു ഒട്ടകത്തിന് എത്ര വലിപ്പമുണ്ടാകും? നമ്മളൊരു പശുവിൻ്റെ കിടാവിനെ വളർത്തി വളർത്തി വലിയ പശുവായി കഴിഞ്ഞാൽ 1,00,000 രൂപ വിൽക്കും, 1,50,000 രൂപക്ക് വിൽക്കും. ആട്ടിൻകുട്ടിയെ വലുതാക്കി വിൽക്കും, ഇല്ലേ? അതുപോലെ അള്ളാഹു അവൻ്റെ വലത്തെ കയ്യിലേക്ക് സ്വീകരിച്ചിട്ടുള്ള, നിങ്ങളെ നല്ല മനസ്സുകൊണ്ട് കൊടുത്തിട്ടുള്ള ആ 1 രൂപയില്ലേ, അതിനെ പശുവിൻ്റെ കിടാവിനെ വളർത്തുന്നത് പോലെ അള്ളാഹു വളർത്തുന്നു. അങ്ങനെ അത് ഏതുപോലെയാകും? ഹത്താ തസീറ മിസ്ല ജബലി ഉഹദിൻ, അത് ഉഹദ് മലയോളം വലുതാകും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു പശുവിൻ്റെ കുട്ടിനെ വളർത്തിയാൽ എന്താ കിട്ടുക? 2,00,000 രൂപ കിട്ടും ഏറിപ്പോയാൽ. ഞാൻ വളർത്തിയാൽ അത് കിട്ടുമോ? എന്നാൽ അള്ളാഹു വളർത്തുന്നത് 2,00,000 രൂപയിലേക്ക് അല്ല, അത് ഒരു ഉഹദ് മലയോളം. ഉഹദ് മല എന്ന് പറഞ്ഞാൽ മദീനയിൽ പോയവർക്ക് കാണാവുന്നതാണ്. എത്ര വലിപ്പമുള്ള മലയാണ്! എന്നാൽ ഇന്ത്യ രാജ്യത്ത് വെച്ചുകൊണ്ട് സംസാരിക്കുന്ന നമുക്ക് പറഞ്ഞുകൂടെ അത് ഹിമാലയ പർവ്വതത്തോളം അള്ളാഹു വളർത്തുമെന്ന് പറഞ്ഞുകൂടെ? എന്താ പറയുന്നതിന് കുഴപ്പം? ഈ ഹദീസിന്റെ പരിഭാഷയല്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടി ഇരട്ടി ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കും. അപ്പൊ ഹിമാലയ പർവ്വതത്തെയും കടത്തി വെട്ടിക്കൊണ്ട് നിങ്ങളുടെ 1 രൂപ നാണയം നാളെ പരലോകത്തിൽ വരും. നിങ്ങൾക്ക് അത് കണ്ടു ആസ്വദിക്കാം. അതിനെന്താ വേണ്ടത്? അതിന് വേണ്ടത് മനസ്സ് ശുദ്ധിയായിരിക്കണം, മനോഭാവം നന്നായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കോ വേണ്ടിയിട്ട്, നോട്ടീസിൽ പേര് വരാൻ വേണ്ടിയിട്ട്, അതിൻ്റെ റെസീറ്റിൽ പേരെഴുതാൻ വേണ്ടിയിട്ട്, എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട്, അതിന് നേരത്തെ പറഞ്ഞാൽ 10 കിട്ടുള്ളൂ, 1 റുപ്യക്ക് 10. എന്നാൽ നല്ല മനോഭാവത്തോടു കൂടി, തെളിഞ്ഞ മനസ്സോടു കൂടി, എൻ്റെ സൃഷ്ടാവിന് വേണ്ടി, എന്നെ സൃഷ്ടിച്ചതിൻ്റെ നന്ദിയായി, എനിക്ക് എൻ്റെ അനുഗ്രഹദാതാവായ അള്ളാഹുവിന് നന്ദിയായി, എനിക്ക് സൗജന്യമായി ഓക്സിജൻ ഓരോ നിമിഷത്തിലും തന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന് നന്ദിയായി, നന്ദികേട് ചെയ്യാത്തവനാകാൻ വേണ്ടി, വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. അള്ളാഹു പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ നോക്കിയാൽ ലാ തുഹ്സൂഹാ, നിങ്ങൾക്കത് കണക്കാക്കാൻ കഴിയുകയില്ല. സൂറത്തുൻ നഹലിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആരോഗ്യമുണ്ട്, സമ്പത്ത് ഉണ്ട്, കുടുംബമുണ്ട്, നല്ല അനുസരണാശീലയായ ഭാര്യയുണ്ട്, സംരക്ഷിക്കുന്ന ഭർത്താവുമുണ്ട്, നല്ല സുന്ദരന്മാരായ ആരോഗ്യദൃഢഗാത്രാരായ ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്, നല്ല താമസിക്കാനുള്ള വീടുണ്ട്, എല്ലാമുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. നിങ്ങൾ എണ്ണി എണ്ണി നോക്കിയാൽ ലാ തുഹ്സൂഹ, നിങ്ങൾക്കത് കണക്കാക്കാൻ കഴിയില്ല. ശേഷം അള്ളാഹു എന്താ പറഞ്ഞത്? വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, അള്ളാഹു ഏറെ കരുണ ചെയ്യുന്നവനാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് ഉടനെ പറയുന്നത് അള്ളാഹു ദോഷങ്ങൾ പൊറുക്കുന്നവനാണ്. അതിൻ്റെ ദോഷം പൊറുക്കലും ഇതും തമ്മിൽ വളരെ ബന്ധമുണ്ട്. ആ ആയത്തിൻ്റെ 2 തലങ്ങൾ തമ്മിൽ മൗലാന മൗദൂദി സാഹിബിൻ്റെ തഫ്ഹീമിൽ കാണാം. ഈ ആയത്തിൻ്റെ 2 തലകളുടെ ഇടയിൽ ഒരു സംസാരിക്കാതെ വിട്ടുകളഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്.
അതിന് അറബി ഭാഷയിൽ ഒരു മസ്കൂത്ത് അൻഹുവായ ജുംലയുണ്ട്. അത് പറഞ്ഞിട്ടില്ല, അള്ളാഹു പറഞ്ഞിട്ടില്ല. എന്തേ പറയാതിരുന്നു? അത് തലച്ചോറുള്ളവന് മനസ്സിലാകും. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പേമാരി കണക്കെ പെയ്തു വരികയാണ്. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിന് നന്ദി പറയേണ്ടവനാണ്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യേണ്ടവനാണ്. അള്ളാഹുവിൻ്റെ ഇബാദത്തിന് വേണ്ടിയല്ലാതെ വേറെ ഒരു പണിയും എനിക്കെടുക്കാൻ പറ്റില്ല. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഒരു മനുഷ്യന് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയല്ലാതെ വേറെ ഒരു പണിയും പാടില്ല. ചില ആളുകൾ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനം പറയും. എങ്ങനെ പറയാം? അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ എന്ന് പറയും. ആ അർത്ഥം ശരിയാണെങ്കിലും ഇവിടെ ആ അർത്ഥം അല്ല. മൗദൂദി സാഹിബിൻ്റെ തഫ്ഹീമിൻ്റെ മലയാള പരിഭാഷയിൽ ഇവിടെ ചെറിയൊരു പിശക് സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ വായിക്കുന്ന ആളുകളായതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ ഉറുദുവിലും ഇംഗ്ലീഷ് പരിഭാഷയിലും കൃത്യമാണ്. അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി എന്നല്ല അവിടുത്തെ അർത്ഥം. അവിടുത്തെ അർത്ഥം അറബി ഭാഷയിൽ മാ വ ഇല്ല, മാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അവിടെ തൗഹീദ് പറയലല്ല അടിസ്ഥാന ലക്ഷ്യം. തൗഹീദ് അവിടെ ഉണ്ട്. തൗഹീദ് അവിടെ ഉള്ളിലൂടെ ലഭിക്കുന്ന ആശയമാണ്. അവിടുത്തെ പ്രത്യക്ഷ ആശയം എന്താണെന്നറിയോ? അവിടുത്തെ പ്രത്യക്ഷ ആശയം, മനുഷ്യ നിനക്ക് ഇബാദത്ത് അല്ലാത്ത ഒരു പണിയും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഇബാദത്ത് അല്ലാത്ത ഒരു പണിയും നിനക്കുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഒരു സംശയം, അല്ല 24 മണിക്കൂർ നമസ്കാരം, ഇബാദത്ത് അല്ലാത്ത ഒരു പണി ഉണ്ടാകാൻ പാടില്ല? 24 മണിക്കൂറും ഖുർആൻ ഓതേ, അങ്ങനെ ഉണ്ടൊരു പരിപാടി? 24 മണിക്കൂറും പള്ളിയിൽ ഈത്തിക്കാഫിരിക്കുകയോ, 24 മണിക്കൂറും 365 ദിവസവും നോമ്പെടുക്കുകയോ, അങ്ങനെ ഒരു ഇസ്ലാം ഇല്ലല്ലോ. അതിനാണ് ആദ്യം പറയുന്നത് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ വെറും ആരാധന മാത്രമല്ലാന്ന്. അതല്ലേ നമ്മളെന്നും പറയാറുള്ളത്? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതം മുഴുവനാണ്. കടന്നുറങ്ങുന്നത് ഇബാദത്താണ്, കക്കൂസിൽ പോകുന്നത് ഇബാദത്താണ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സമ്പർക്കം പുലർത്തുന്നത് ഇബാദത്താണ് എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ മതമാണ് ഇസ്ലാം. മറ്റേതെങ്കിലും പ്രത്യയശാസ്ത്രങ്ങളെ പോലെയല്ല ഇത്. നിങ്ങൾ കടന്നുറങ്ങുമ്പോൾ കേവലം കടന്നുറങ്ങാൻ പാടില്ല. ഭാര്യയും ഭർത്താവും സമീപിക്കുമ്പോൾ കേവല ദാമ്പത്യ ബന്ധം ചെയ്യാൻ പാടില്ല. കച്ചവടം നടത്തുമ്പോൾ കേവലം കച്ചവടം പാടില്ല. കേവലം കച്ചവടത്തിന് നിങ്ങൾക്ക് അനുമതിയില്ല. ഭക്ഷണം വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ കേവലം ഭക്ഷണം കഴിക്കാനുള്ള പെർമിഷൻ നിങ്ങൾക്ക് ഇല്ല. ബാത്റൂമിൽ പോകുമ്പോൾ വെറുതെ ബാത്റൂമിൽ പോകാനുള്ള അനുമതി നിങ്ങൾക്ക് ഇല്ല. കാരണം നിങ്ങളുടെ ശരീരം നിങ്ങളുടേതല്ല, നിങ്ങളുടെ ജോലി സ്ഥലം നിങ്ങളുടേതല്ല, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടേതല്ല, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടേതല്ല, നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങളുടേതല്ല, എല്ലാം അള്ളാഹുവിൻ്റേതാണ്. നിങ്ങളിവിടെ ഒരു ഏൽപ്പിക്കപ്പെട്ട, വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട ഒരു ട്രസ്റ്റി മാത്രമാകുന്നു. ഭാര്യയെ നിങ്ങൾ എങ്ങനെയാണ് പരിചരിക്കുന്നത്? സമ്പത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ക്രയവിക്രയം ചെയ്യുന്നത്? ആരോഗ്യത്തെ നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത്? പരിശോധനയാണ്. അള്ളാഹുവാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ. അതുകൊണ്ട് ഏത് വാക്ക് പറയുമ്പോഴും, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും, ഏത് വാക്ക് പറയാതിരിക്കുമ്പോഴും, ഏത് പ്രവൃത്തി ചെയ്യാതിരിക്കുമ്പോഴും അത് ഇബാദത്തിൻ്റെ ഗണത്തിൽ വരണം. ഇബാദത്തിൻ്റെ ഗണത്തിൽ വരാത്ത എന്തെങ്കിലും പണി നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അനുമതിയില്ലാത്ത പണിയാ. അന്തം വിട്ട് വെള്ളം കുടിക്കാൻ പാടില്ല, അന്തം വിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. എല്ലാം ഇബാദത്തിൻ്റെ പരിഗണനയിൽ വരുന്നതായിരിക്കണം. അതിനുവേണ്ടിയാണ് അവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം നമ്മുടെ മനോഭാവമാണ് മനസ്സിൻ്റെ റഡാർ. അതെവിടേക്കാണ്? അത് അള്ളാഹുവിനറിയാം. CCTVകൾക്ക് ഒപ്പിയെടുക്കാൻ കഴിയില്ല, അള്ളാഹു ഒപ്പിയെടുക്കുന്നുണ്ട്. CCTVക്ക് ഒപ്പിയെടുക്കാം. നിങ്ങൾ ഒരു അന്യ സ്ത്രീയുമായി അനാവശ്യമായ നിലയിൽ സംസാരിക്കാൻ വേണ്ടി ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഇരിക്കുന്നുണ്ടോ എന്നത് CCTVക്ക് പകർത്തിയെടുക്കാൻ കഴിയും. നിങ്ങളൊരു ക്ലാസ് റൂമിൽ വെച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥിയോട് മോശമായി പെരുമാറുന്നുണ്ടോ? CCTVക്ക് നിങ്ങളുടെ കൈകളും കാലുകളും കണ്ണുകളും ഒപ്പിയെടുക്കാൻ കഴിയും. പക്ഷേ ലോകത്തൊരു CCTVയും ഇന്നേ വരെ വികസിപ്പിച്ചെടുത്തിട്ടില്ലാത്ത ഒരു വിഷയമുണ്ട്. അതെന്താണ്?
അത് നിങ്ങൾ ക്ലാസ് റൂമിലാണ്, പക്ഷെ ആ ക്ലാസ് റൂമിലുള്ള ഒരു വിദ്യാർത്ഥിനിയോട് നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രണയമുണ്ട്. നിങ്ങളുടെ ക്യാമ്പസിലുള്ള ഒരു ചെറുപ്പക്കാരനോട് പെൺകുട്ടിയുടെ മനസ്സിൽ ഒരു അനുരാഗമുണ്ട്. ഒരു CCTVയും അത് ഒപ്പിയെടുക്കുന്നില്ല. പള്ളിയിൽ വരുന്ന ഒരു സഹോദരിയോട് എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്, പക്ഷെ പള്ളിയിലെ CCTVയിൽ അത് കാണുകയില്ല. എന്നാൽ അതും അതിലപ്പുറവുമുള്ളത് കാണുന്ന ഒരു നോട്ടമുണ്ട്. ആ നോട്ടം നാളെ അതിൻ്റെ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുന്ന ദിവസമുണ്ട്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അവരെ വായ അടച്ചു കെട്ടുന്ന ദിവസമാണ്. അവർക്ക് സംസാരിക്കാൻ അനുമതിയില്ലാത്ത ദിവസമാണ്. അവരുടെ കൈകാലുകളാണ് അന്ന് നമ്മോട് സംസാരിക്കുന്നത്. തുകല്ലിമുനാ ഐദീഹിം, കൈകൾ നമ്മോട് സംസാരിക്കും. വതശ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ സാക്ഷി നിൽക്കും. ബിമാ കാനൂ യക്സിബൂൻ, അവർ മനസ്സിൻ്റെ അകത്ത് കൊണ്ട് നടന്നിരുന്ന പ്രണയത്തെക്കുറിച്ച്, അനുരാഗത്തെക്കുറിച്ച്, പ്രേമത്തെക്കുറിച്ച് എന്നോട് അവർ സംസാരിക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തി വൽ ജലാൽ പറഞ്ഞിട്ടുണ്ട്. അത്രയും കൃത്യമായ റഡാറിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യ, ഇബാദത്തിൽ നിന്ന് ഒരു സെക്കൻഡ് നേരം നീ മാറിയിട്ടുണ്ടോ ഇല്ലേ എന്നത് നിരീക്ഷിക്കാൻ, എന്നത് റെക്കോർഡ് ചെയ്യാൻ, എന്നത് രേഖപ്പെടുത്താൻ അല്ലാഹുവിന് സംവിധാനമുണ്ട്. അല്ലാഹു അറിയുന്നവനാണ്. അലൈസല്ലാഹു ബിഅലമ ബിശാകിരീൻ, നന്ദിയുള്ളവരാര് എന്ന് അറിയാത്തവനാണോ അല്ലാഹു? ബാത്റൂമിൽ പോകുമ്പോൾ, ബാത്റൂമിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എനിക്ക് നന്ദി പറയുന്നുണ്ടോ എന്ന് അറിയുന്നവനാണ്. ബാത്റൂമിലിരിക്കുമ്പോൾ അവൻ്റെ മനോഭാവം എന്താണെന്ന് അറിയുന്നവനാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കോടിക്കണക്കിന് രൂപയുടെ മുതലാളിയാണ്, പക്ഷേ മൂത്രമൊഴിക്കാൻ പോയിട്ട് മൂത്രം പുറത്തേക്ക് വരുന്നില്ല. മൂത്രമൊഴിക്കാൻ വേണ്ടി ടോയ്ലറ്റിലിരിക്കുന്ന മുതലാളിയുടെ മൂത്രം പുറത്തേക്ക് വരുന്നില്ല. അയാൾ ശതകോടീശ്വരനാണ്. മക്കളെ വിളിച്ചുകൊണ്ട് പറയുന്നു, എൻ്റെ കുട്ടികളെ, എന്നെ ചികിത്സിക്കണം, എന്നെ കൊണ്ടുപോകണം, എൻ്റെ സമ്പത്ത് മുഴുവൻ നിങ്ങൾ വിറ്റാൽ ചെലവഴിച്ചാലും വേണ്ടിയില്ല, എൻ്റെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന മൂത്രം പുറത്തു പോകണം, അല്ലാതെ എനിക്ക് നിർവാഹമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളൊരു ദിവസം എത്ര പ്രാവശ്യം ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്? അൽഹംദുലില്ലാഹ്, എൻ്റെ മൂത്രം ഒഴിഞ്ഞുപോയി, എൻ്റെ മലം ഒഴിഞ്ഞുപോയി, എത്ര സുഖമാണ്. അല്ലാഹുവാണ് അനുഗ്രഹദാതാവ്. ഏതെങ്കിലും ഒരു ദിവസം ബാത്റൂമിലിരുന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല എന്നതല്ലേ വാസ്തവം. 99.9% ആളുകളുടെയും മനോഭാവം ബാത്റൂമിൽ അവർക്ക് ഇബാദത്ത് ഇല്ല. അവർ ലിബറലുകളാണ്, തലയിൽ കെട്ടുള്ള ലിബറലുകളാണ്, താടിയുള്ള ലിബറലുകളാണ്, മുഖം മൂടി ധരിച്ച, പർദ്ദ ധരിച്ച ലിബറൽ സ്ത്രീയാണ്, കയ്യിൽ ഗ്ലൗസ് ധരിച്ച ലിബറലാണ്, 24 മണിക്കൂറും പള്ളിയിൽ ഇഴ്തികാഫിരിക്കുന്ന ലിബറൽ മനുഷ്യനാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ഒരു പക്ഷേ ലിബറൽ എന്ന് പറഞ്ഞാൽ എക്സ് മുസ്ലിം എന്ന ടൈറ്റിൽ വന്നുകൊണ്ട് അസഭ്യം പറയുന്ന ആളുകളാണ് എന്ന് മനസ്സിലാക്കിയോ? പ്രിയപ്പെട്ടവരെ, ഏറ്റവും അപകടകാരികളായ ലിബറലുകൾ മുസ്ലിം പേരുള്ള, താടിയുള്ള, തലപ്പാവുള്ള, പർദ്ദയുള്ള, മുഖം മൂടിയുള്ള, പരിശുദ്ധ ഖുർആൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന, കാറിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന, വെള്ളക്കുപ്പായം ധരിച്ചിരിക്കുന്ന ലിബറലുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബാത്റൂമിൽ അല്ലാഹു ഇല്ല, അടുക്കളയിൽ അല്ലാഹു ഇല്ല, മാർക്കറ്റിൽ മുഹമ്മദ് നബിക്ക് പ്രവേശനമില്ല. നിങ്ങളുടെ ലിബറലിസത്തിന്റെ, നിങ്ങളുടെ ഭൗതികവാദത്തിന്റെ, നിങ്ങളുടെ ഭൗതിക വിരോധാഭാസത്തിന്റെ അടിവേര് മുറിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചു. ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ ലിബറലിസത്തിന്റെ അടിവേരിന് കത്തിവെച്ചുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചു, ഗുഫ്രാനക എന്ന് പറയടോ.
നീ തോന്നിവാസം കളിച്ചിട്ടാണ് വരുന്നത്. ബാത്റൂമിൽ ഇരിക്കലല്ല തോന്നിവാസം. മൂത്രമൊഴിക്കുക എന്നത് ഒരു കുറ്റകൃത്യമല്ല. പ്രാഥമിക ആവശ്യം നിർവഹിക്കുക എന്നത് മോശപ്പെട്ട പണിയല്ല. പക്ഷേ നീ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കുറ്റകൃത്യമാണ്. ഒരു കുറ്റവാളിയായിട്ടാണ് നീ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ നിന്നെ കൊണ്ട് നിന്റെ ലിബറൽ അടിമത്തത്തിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുവാൻ മുഹമ്മദ് മുസ്തഫ പരിശീലിപ്പിക്കുകയാണ്. ഗുഫ്രാനക്, അതാ പറയേണ്ടത്. ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ ഗുഫ്രാനക്, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തൊന്നും സുന്നത്തില്ല. നമ്മളൊക്കെ പലതും അതിനപ്പുറത്തേക്ക് ചെല്ലുന്നവരായിരിക്കും. അതൊന്നും സുന്നത്തിൽ ഇല്ല. മുഹമ്മദ് മുസ്തഫയുടെ സുന്നത്തിലില്ല. ചില കിതാബുകൾ ഇതൊക്കെ ഉണ്ടാകും. ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ ഗുഫ്രാനക് വളരെ സിമ്പിളാണ്, വളരെ ലളിതം, ഒറ്റ വാക്ക് ഗുഫ്രാനക്. എന്താ അതിൻ്റെ അർത്ഥം? പടച്ചവനെ മാപ്പാക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം. പടച്ചവനെ പൊരുത്തപ്പെടണേ, പടച്ചവനെ ഞാനൊരു കുറ്റം ചെയ്തു പോയി, പടച്ചവനെ ഞാനൊരു തോന്നിവാസം ചെയ്തു പോയി, പടച്ചവനെ ഞാൻ മോശക്കാരനാണ്, എനിക്ക് മാപ്പ് തരണേ. തിരിഞ്ഞില്ലേ നിങ്ങൾക്ക്? അതുകൊണ്ടാണ് മൗലാന മൗദൂദി സാഹിബ് പറഞ്ഞത് വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ എന്നതിൻ്റെ ശേഷം അല്ലാഹു ഫിറ്റ് ചെയ്യുന്നത് വഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. എൻ്റെ അടിമകളെ, നിങ്ങൾ നേരം വെളുത്ത് വൈകുന്നേരം വരെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണമെന്നല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? അങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല എന്നതല്ലേ വസ്തുത. ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ പോലും നിങ്ങൾ എൻ്റെ ഉപകാരത്തിന് നന്ദി പറഞ്ഞ് തീർത്തവരല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുറ്റകൃത്യത്തിന് എൻ്റെ മാപ്പ് ആവശ്യമാണ്. ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകും. വഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. എൻ്റെ മാപ്പ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ അപകർഷതയിൽപ്പെടണ്ട, നിങ്ങൾ മാനസിക രോഗികളാകണ്ട, നിങ്ങൾക്ക് ടെൻഷൻ വരണ്ട. നിങ്ങൾ പരമാവധി ശ്രമിക്കണം. നിങ്ങളുടെ ജീവിതത്തെ കംപ്ലീറ്റ് ഓൾ ഓഫ് ദി ലൈഫ് ഇസ്ലാമൈസേഷന് വിധേയമാവണം. ഇസ്ലാമിക വൽകൃത ജീവിതത്തെ നിങ്ങൾ പരമാവധി കൊണ്ടുവന്നാൽ ബാക്കിയുള്ളത് ഞാൻ ഏറ്റെടുക്കും. വഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. അതാണ് അവിടെ അത് പറഞ്ഞതിൻ്റെ സാങ്കത്യം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ എന്തിനാണിത് പറഞ്ഞത്? നമ്മൾ അള്ളാഹുവിന് നന്ദി ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളും, എല്ലാ ജീവിതവും, റമദാനും റമദാൻ അല്ലാത്തതും, നമസ്കാരവും നമസ്കാരമല്ലാത്തതും, ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന റൊട്ടി കഷ്ണം പോലും ഇന്നകലൻ തളഅ ലുഖ്മതൻ ഫീ ഫിംറഅതിക തബ്തഗി ബിഹാ വജ്ഹല്ലാഹി ഇല്ലാ ഉജിർത അലൈഹാ. നിന്റെ സ്വന്തം ഭാര്യയുടെ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിലേക്ക് നീ വെച്ചു കൊടുക്കുന്ന ഒരു റൊട്ടിയുടെ കഷ്ണമില്ലേ, അത് കേവലം പഞ്ചസാര ജീവിതത്തിൻ്റെ റൊട്ടിയല്ല, അത് കേവലം ദാമ്പത്യ സുഖം ആസ്വദിക്കാനുള്ള റൊട്ടിയല്ല, അത് കേവലം സ്നേഹം കൈമാറാനുള്ള അടയാളം മാത്രമല്ല. അത് നീ ഇടപാട് നടത്തുന്നത് അള്ളാഹുമായിട്ടാണ്. ആ മനോഭാവത്തോടു കൂടി എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ റൊട്ടി കൊടുക്കുന്നത്, എൻ്റെ ഭർത്താവിന് ഞാൻ ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നത്. എത്ര സ്ത്രീകളുണ്ട് എൻ്റെ സഹോദരിമാരെ. ഞാൻ ഇന്നും മഗ്രിബ് നമസ്കരിച്ചതിൻ്റെ ശേഷം ഒരു വീട്ടിൽ പോയി ഒരു ഉമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നത്. എത്ര താല്പര്യത്തിലാണ് പണ്ഡിതന്മാരോട്, മതപ്രബോധകരോട്, ഇസ്ലാമിക പ്രവർത്തകരോട്, ഈ നാട്ടിലും മറുനാട്ടിലുമുള്ള മുസ്ലിം സ്ത്രീകളുടെ സ്നേഹവും ബഹുമാനവും ആദരവും എത്രത്തോളമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മമാർക്ക്, ഭാര്യമാർക്ക്, സഹോദരിമാർക്ക്, എല്ലാ ജനങ്ങൾക്കും നിന്റെ കാരുണ്യത്തിൻ്റെ വിശാലത നീ നൽകണേ റഹ്മാനേ. അവരുടെയും അവരുടെ ഇണകളുടെയും ഇടയിൽ നീ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുക്കണേ റഹ്മാനേ. പക്ഷെ ഞാൻ ചോദിക്കുന്നു, അടുക്കളയിലുള്ള ഉമ്മ, നീ ഇടപാട് നടത്തിയത്, നിങ്ങളിടപാട് നടത്തിയത് മുസ്ലിയാരുമായിട്ടാണോ? നിങ്ങളുടെ ഇടപാട് മൗലവിയുമായിട്ടായിരുന്നോ? പള്ളിയിൽ പ്രസംഗിക്കാൻ വരുന്ന പണ്ഡിതനുമായിട്ടാണോ നിങ്ങളുടെ ഇടപാട്? ഇടപാടിന് കൂലിയില്ല, ആ ഇടപാട് അക്കൗണ്ടിലില്ല. നിങ്ങൾ
ബിരിയാണി വെച്ചപ്പോൾ അള്ളാഹുവിന് വേണ്ടിയുള്ള ബിരിയാണിയാണ്, അത് കഴിക്കുന്നത് മുസ്ലിയാരാണ്. അള്ളാഹുവിന് നിങ്ങളുടെ ബിരിയാണിയുടെ ആവശ്യമില്ല. ലൻ യനാലല്ലാഹ ദിമാഉഹാ വലാ ലുഹൂമുഹാ. ആ മാംസമുണ്ടല്ലോ, ഉളുഹിയ്യത്തിന് വേണ്ടി നിങ്ങൾ അറക്കുന്ന ആ പശുവിൻ്റെ കിടാവില്ലേ, അതിൻ്റെ രക്തമില്ലേ, അതിൻ്റെ മാംസമില്ലേ, അതൊന്നും അള്ളാഹുവിന് വേണ്ടതില്ല. പക്ഷേ നിങ്ങളുടെ ഇടപാട്, നിങ്ങളുടെ മനോഭാവം, നിങ്ങളുടെ മാനസികാവസ്ഥ, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ താല്പര്യം, നിങ്ങൾ സ്നേഹിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആവശ്യപ്പെടുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി സ്വർഗത്തിലാണ്. അതുകൊണ്ട് സ്വർഗമാണ് ആവശ്യപ്പെടേണ്ടത്. ചില ആളുകൾ ഓവറായിട്ട് എന്ത് ചെയ്യും, എനിക്ക് സ്വർഗം വേണ്ട, അള്ളാഹുവിനെ മതി എന്ന് പറയും. എനിക്ക് നരകത്ത് പോയാലും പ്രശ്നമില്ല, അള്ളാഹുവിൻ്റെ സ്നേഹം മതി എന്ന് പറയും. തലതിരിഞ്ഞ സൂഫികളായ ആളുകൾ പറ്റില്ല. അള്ളാഹുവിൻ്റെ പ്രീതി വേണോ, അത് സ്വർഗത്തിലാണ്. സ്വർഗത്തിനെ കുറിച്ച് അള്ള പറഞ്ഞത് അവിടെ ആപ്പിളും മുന്തിരിയും ഭാര്യമാരും ഉണ്ടാകും എന്ന് മാത്രമല്ല, സ്വർഗത്തിലാണ് വരിളുവാനും മിനല്ലാ. അള്ളാഹുവിൻ്റെ പ്രീതി സ്വർഗത്തിലാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി വേണം എന്ന് ആഗ്രഹിക്കുന്നവർ സ്വർഗം വേണമെന്നാണ് പ്രാർത്ഥിക്കുക. എനിക്ക് സ്വർഗവും നരകവും ഒന്നും പ്രശ്നമില്ല, എനിക്ക് അള്ളാഹുവിനെ മാത്രം കിട്ടിയാൽ മതി. ഈ തലതിരിഞ്ഞ ആശയം എവിടെ നിന്ന് വന്നതാണ്? അള്ളാഹുവിൻ്റെ റസൂലിന് പരിചയമില്ല, അള്ളാഹുവിൻ്റെ റസൂലിന് സഹാബികൾക്ക് പരിചയമില്ല. ഒരു സഹാബിയുടെ കഥ നിങ്ങൾ നോക്കൂ. റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി രാത്രിയിൽ പ്രവാചക തിരുമേനിക്ക് വുളൂ ചെയ്യാനുള്ള വെള്ളം എടുത്തു കൊടുത്തതിൻ്റെ ശേഷം പ്രവാചകൻ ചോദിച്ചു, റബീഅത്തെ നിനക്ക് എന്താണ് വേണ്ടത്? സൽ യാ റബീഅ, എന്താണ് വേണ്ടത് എന്ന് ചോദിക്കൂ. റബീഅത്തിന് പറയാമായിരുന്നു, നബിയെ ഞാൻ ചെറുപ്പക്കാരനാണ്, എനിക്ക് സ്വന്തമായി വീടില്ല, എനിക്കൊരു കല്യാണം കഴിപ്പിച്ചു തരണം എന്ന് പറയാമായിരുന്നു. പറഞ്ഞില്ല. ഇനി അങ്ങേ തലക്കൽ പോയാൽ, നബിയെ എനിക്ക് അള്ളാഹുവിൻ്റെ പ്രീതിയാണ് വേണ്ടത്, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം മതി, സ്വർഗം വേണ്ടതില്ല എന്ന നിലക്ക് പറയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞില്ല. റബീഅത്ത് പറഞ്ഞതെന്താണ്? നബിയേ അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അങ്ങ് എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണം. എന്തിനു വേണ്ടി? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയെ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കഴിയാൻ വേണ്ടി അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നബിയേ. സ്വർഗമാണ്. ഉഹദ് യുദ്ധത്തിൻ്റെ രണാങ്കണത്തിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതോ ബദർ യുദ്ധമാണോ എന്ന് എനിക്ക് ചെറിയ സംശയം വരുന്നു, രണ്ടാലൊരു യുദ്ധത്തിൻ്റെ രണമുഖത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഹലുമ്മൂ ഇലാ ജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു. ആകാശ ഭൂമികളുടെ വിശാലതയുള്ള വിസ്താരമുള്ള സ്വർഗത്തിലേക്ക് വരൂ എന്ന് വിളിച്ചു പറയുമ്പോൾ ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ഒരു പിടി കാരക്കയുണ്ട്, ഒരു ചുള വായിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി തയ്യാർ ചെയ്യപ്പെട്ട് വെച്ചിട്ടുള്ള സ്വർഗത്തിലേക്ക് ഓടി വരൂ എന്ന പ്രവാചകന്റെ വിളിയാളം കേൾക്കുന്നത് ഉമൈർ ഇബ്നുൽ ഹുമാം തൻ്റെ കയ്യിലുള്ള കാരക്ക, തൻ്റെ വായിൽ ഇട്ടിട്ടുള്ള കാരക്കയുടെ ചുള വായിൽ നിന്ന് പുറത്തേക്ക് ഒഴിഞ്ഞെടുത്തുകൊണ്ട് അത് വലിച്ചെറിയുകയാണ്. ഉമൈർ ഇബ്നുൽ ഹുമാം പറയുകയാണ്, ഇന്നഹാ ലഹയാതുൻ തവീലതുൻ ലൗ ആകുലുഹാ ഹാദിഹി തംറ. പടച്ചവനെ, ഈ വായിലിട്ടിരിക്കുന്ന കാരക്കയുടെ ചുള തിന്നു തീരുന്നത് വരെ ഞാൻ കാത്തിരിക്കുകയാണെങ്കിൽ ആ ജീവിതമുണ്ടല്ലോ, ലഹയാത്തുൻ തവീല, അത് വളരെ ദീർഘിച്ച ജീവിതമാണ്. ഒരു കാരക്കയുടെ ചുള തിന്നാൻ എത്ര സമയം വേണം? അര മിനിറ്റ് വേണം, ഒരു മിനിറ്റ് വേണം. പക്ഷേ അത് കാത്തു നിന്നില്ല. കാരണം അവരുടെ ലക്ഷ്യം സ്വർഗമാണ്. സ്വർഗത്തിലാണ് അള്ളാഹുവിനെ കാണാൻ കഴിയുന്നത്, സ്വർഗത്തിലാണ് അള്ളാഹുവിൻ്റെ പ്രീതിയുള്ളത്. അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ നിലപാട് അതാണ്. എനിക്ക് സ്വർഗം
ബന്ധം വേണ്ട, അള്ളാഹുവിനെ മാത്രം മതി എന്ന തലതിരിഞ്ഞ സൂഫി നിലപാട് ഇസ്ലാമിൻ്റെ നിലപാടല്ല. ആ കാരക്കച്ചോള വായിൽ നിന്ന് പുറത്തേക്ക് വാങ്ങിയിട്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് ആ അടർക്കളത്തിൽ അടരാടുകയും ഉമൈർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു ഷഹീദായി മരിക്കുകയും ചെയ്ത സംഭവം ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ഈ പരീക്ഷ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ കാലാവസ്ഥ, ഈ അനുകൂല സാഹചര്യം ജയിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത സാഹചര്യമല്ല. ജയിച്ചാൽ തന്നെയും ജോലി ലഭിക്കുമോ ലഭിക്കില്ലയോ എന്ന സംശയമുള്ള സാഹചര്യമല്ല. ഉറപ്പായിട്ടും സീറ്റുമുണ്ട്, എല്ലാവർക്കുമുണ്ട്, ഉന്നതമായ സീറ്റുകളുണ്ട്. എല്ലാവരും പരീക്ഷ എഴുതൂ, എല്ലാവരും A+ വാങ്ങൂ, എല്ലാവർക്കും ഇവിടെ സ്ഥലമുണ്ട്. അള്ളാഹു പറഞ്ഞു, ഞാൻ നേരത്തെ ഓതിയില്ലേ സൂറത്ത് ആലു ഇമ്രാനിലെ 132-ാമത്തെ സൂക്തം ഞാൻ വായിച്ചു കേൾപ്പിച്ചില്ലേ? എല്ലാവർക്കും സ്ഥലമുണ്ട്. ഇലാ ജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളുടെ വീതിയ നിങ്ങളെല്ലാവരും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് തള്ളിക്കയറിയാൽ പോലും ഇവിടെ സ്ഥലം പരിമിതമല്ല. ഒരാളും പരാജയപ്പെടുന്നില്ല, ഒരാളുടെയും കച്ചവടത്തിൽ നഷ്ടം വരുന്നില്ല എന്ന് മാത്രമല്ല, മൂലധനം മാത്രമല്ല തിരിച്ചു കൊടുക്കുന്നത്, 10 മടങ്ങ്, ഏറ്റവും ചുരുങ്ങിയത് 10 മടങ്ങാണ്. 700 ഇരട്ടി വരെ പോകും, അതിൻ്റെ അപ്പുറത്തേക്കും പോകും. അതിന് വേണ്ടത് എന്താണ്? ഒരുപാട് ഫാക്ടറുകൾ ഉണ്ട്, ഒരുപാട് ഘടകങ്ങൾ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് മനോഭാവം. നമ്മൾ പറയും ഇഖ്ലാസ് ഉണ്ടാവുക എന്ന് പറയും. തൗഹീദിൽ കളങ്കം വരരുത്, ശിർക്ക് ചെയ്യരുത്, ബദരീങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിറങ്ങി മുട്ടുംകാലിന് വേദനയാൽ മമ്പറത്തെ തങ്ങളെ എന്ന് വിളിക്കുന്ന എത്രയോ പാവപ്പെട്ട ഉമ്മമാരുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ശുദ്ധമായ തൗഹീദ് വേണം, നല്ല മനോഭാവം വേണം. പിന്നെയും വേറെയും പല ഫാക്ടറുകളുണ്ട്. 1-2 കൂടി ഞാൻ പറയാം. പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടണമല്ലോ. അതിൽ ഒന്നാണ് സമയവും സന്ദർഭവും നോക്കുക. ഉദാഹരണം, റമദാൻ, വിശുദ്ധ റമദാനാണ് വരുന്നത്. നിങ്ങൾ ശഅബാൻ മാസത്തിൽ 1 രൂപ കൊടുക്കുന്നതും റമദാൻ മാസത്തിൽ 1 രൂപ കൊടുക്കുന്നതും വ്യത്യാസമുണ്ട്. കണ്ടോ? അതൊരു ഫാക്ടറാണ്. മനോഭാവം മാത്രമല്ല, മനോഭാവത്തിന് ഇതിൽ വലിയ പങ്കുണ്ട്. സമയം, സന്ദർഭം. നിങ്ങൾ 1 രൂപ കൊടുക്കുന്നത് റമദാനിലാണ്, അതിന് 700 അല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഇരട്ടിയായിട്ട് അത് 10 മടങ്ങായി ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കപ്പെടും. അതുപോലെയുള്ള മറ്റൊരു സാന്ദർഭികതയാണ്, നിങ്ങളെ കയ്യിൽ 1000 രൂപ കൊടുക്കാനുണ്ട്. ആർക്കാ കൊടുക്കുക? കുറേ ആൾക്കാർക്ക് കൊടുക്കുക. ഫക്കീറന്മാരുണ്ട്, മിസ്കീനന്മാരുണ്ട്, ഡൈവോഴ്സ് ആയിട്ടുള്ള വിധവയായ സ്ത്രീയുണ്ട്, ഭർത്താവ് മരിച്ചുപോയവനുണ്ട്, എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന മുസ്ലിം സമുദായത്തിലെ ഒരു വിദ്യാർത്ഥിയുണ്ട്. എല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം. ഈ പ്രസ്ഥാനത്തിൻ്റെ സദസ്സിലിരിക്കുമ്പോൾ എനിക്ക് കൂടുതൽ പറയേണ്ടി വരില്ല. നിങ്ങൾ പ്രായോഗികമായി ചിന്തിക്കുന്നവരാണ്, നിങ്ങൾ സമഗ്രമായി ഇസ്ലാമിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്. നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ യത്തീംകുട്ടി മാത്രമല്ല, വിധവയായ സ്ത്രീ മാത്രമല്ല, മതപണ്ഡിതൻ മാത്രമല്ല, മതവിദ്യാലയങ്ങൾ മാത്രമല്ല, എൻട്രൻസ് പരീക്ഷയ്ക്ക് എഴുതുന്നവൻ മാത്രമല്ല, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ വരെ നിങ്ങൾ വ്യക്തമായി ചിത്രത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമായതുകൊണ്ട് കൂടുതൽ പ്രസംഗിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വരുന്നില്ല. എല്ലാം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു 1000 രൂപയെ നിങ്ങൾ വിനിയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ പ്രതിഫലത്തെ നിങ്ങൾ മൾട്ടിപ്ലൈസ് ചെയ്യുകയാണ്, നിങ്ങൾ ഗുണിച്ചു കൊണ്ടുപോവുകയാണ്. അങ്ങനെയാണ് വേണ്ടത്. എങ്ങെങ്കിലും അള്ളാഹു സ്വീകരിച്ച പോരെ എന്നുള്ളത് ഒരു നോർമൽ മുസ്ലിമിൻ്റെ മനോഭാവമാണ്. നമ്മൾ നോർമൽ മുസ്ലിമായാൽ പോരാ, നമ്മൾ അസാധാരണ മുസ്ലിം ആവേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഒരുപാട് അപകടത്തിലാണുള്ളത്, വലിയ ദുരന്തത്തിലാണ് ഉള്ളത്. ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് അറിയുമോ? ഏറ്റവും വലിയ ദുരന്തം, ഞാൻ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ട് എന്ന തിരിച്ചറിവില്ലായ്മയാണ്. ഞാനിപ്പോൾ വീണ് കിടക്കുന്നത് ഒരു ചളിക്കുഴിയിലാണ് എന്ന് തിരിച്ചറിയാത്തവനാണ് ഏറ്റവും വലിയ ദുരന്തത്തിൽ പെട്ടുപോയത്. അവനേക്കാളും വലിയ ദുരന്തമുണ്ട്. അതെന്താ? ദുരന്തത്തെ ആഘോഷിക്കുന്നവനേക്കാളും വലിയ ദുരന്തം പിന്നെ വേറെ ഉണ്ടാകുമോ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനിപ്പോൾ ദുരന്തത്തിലാണ് എന്ന തിരിച്ചറിവ് ഉണ്ടായിട്ട് ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണം. ദുരന്തത്തിലാണ് എന്ന് അറിയാത്തവനെ രക്ഷാപ്രവർത്തനത്തിലൂടെ കരകയറ്റാൻ പ്രയാസമാകും.
ദുരന്തം ആഘോഷിക്കുന്നവനെ രക്ഷാപ്രവർത്തനത്തിലൂടെ കരകയറ്റാൻ അതിലേറെ പ്രയാസമുണ്ടാകും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. പക്ഷേ കാലഘട്ടത്തെ കുറ്റം പറയണ്ട. പല പ്രഭാഷകന്മാരും അങ്ങനെ ഒരു മൈനസ് ചിന്താഗതിയാണ് പുതിയ തലമുറയ്ക്ക് കൈമാറിക്കൊടുക്കുന്നത്. കാലം വളരെ മോശമാണ്, കുട്ടികളൊന്നും നന്നാവാൻ സാധ്യതയില്ല, ഒരിക്കലും നന്നാവൂല. എത്ര വയല് കേട്ട്, എത്ര പ്രഭാഷണങ്ങൾ കേട്ട് ആളുകൾ നന്നാവുന്നില്ല. കാലം പറ്റ മോശമാണ് എന്ന് പറയാതെ നല്ല കാലമാണ് എന്ന് പറയാൻ ശീലിക്കുക. നഈബു സമാനന വൽ ഐബു ഫീന വമാലി സമാനിന ഐബുൻ സിവാന. നമ്മൾ കാലത്തെ കുറ്റം പറയുന്നു, നമ്മുടെ കാലത്തിന് ഒരു കുഴപ്പവുമില്ല. ആരാണ് പറയുന്നത്? ഞാൻ പറയുന്നതല്ല. മുഹമ്മദ് ഇബ്നു ഇദ്രീസു ഷാഫി ഇമാം റഹിമഹുല്ലാഹ് പറയുന്നു, കാലത്തെ കുറ്റപ്പെടുത്തണ്ട, കാലത്തിന് ഒരു കുഴപ്പവുമില്ല. ഇത് അബൂബക്കറിൻ്റെ കാലമാണ്, ഉമറിൻ്റെ കാലമാണ്, ഉസ്മാൻ്റെ കാലമാണ്. കുഴപ്പം വൽ ഐബു ഫീന, എനിക്കാണ് കുഴപ്പം, നിനക്കാണ് കുഴപ്പം. ഞാനൊരു പ്രാക്ടിക്കൽ ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരാം. കാലത്തിനൊരു കുഴപ്പമില്ല. ഇത് വെറുതെ ഒരു തിയറി പറയുകയല്ല, വെറുതെ ഒരു സാങ്കല്പിക ഉട്ടോപ്യ പറയുകയല്ല, യാഥാർത്ഥ്യം പറയുകയാണ്. ഈ കാലഘട്ടത്തിന് കുഴപ്പമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള 50 സഹാബിമാരുടെ പ്രതിഫലം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? അബൂബക്കറിൻ്റെ ദർജ എവിടെയാണ് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനാണ്. അഫ്ളലുന്നാസി ബഅദൽ അംബിയാഇ അബൂബക്കറിൻ സുമ്മ ഉമറു സുമ്മ ഉസ്മാനു സുമ്മ അലിയുൻ. അഹ്ലുസുന്നയുടെ വിശ്വാസം അതാണ്. എല്ലാ പ്രവാചകന്മാരുടെയും ശേഷം ഏറ്റവും വലിയ സ്ഥാനം അലങ്കരിക്കുന്നത്, സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയിട്ടുള്ളത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, അബൂബക്കർ സിദ്ദീഖിനെ പോലെയുള്ള 50 സഹാബികളുടെ പ്രതിഫലം, 50 സഹാബികളുടെ, അബൂബക്കറിനെ പോലെയുള്ള 50 സഹാബികളുടെ പ്രതിഫലം ഓഫർ ചെയ്യപ്പെട്ട ഒരാളുണ്ടോ? ഉണ്ട്. ആരാണ് അത്? ഇമാം അബൂദാവൂദ്, തിർമിദിയും മറ്റുമൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസിൽ പ്രവാചകൻ പറയുന്നു, ഇന്ന മിൻ വറായിക്കും അയ്യാമ സ്വബ്രി അസ്വബ്റു ഫീഹിന്ന കഖബ്ദിൻ അലൽ ജംരി ലിൽ ആമിലി ഫീഹാ അജ്റു 50 റജുലാ. അബൂബക്കറിനെയും ഉമറിനെയും വിളിച്ചുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, ഓ എൻ്റെ സഹാബികളെ, നിങ്ങളുടെ കാലശേഷം അഥവാ ചേളന്നൂരിലെ മുസ്ലിം സമുദായം ജീവിക്കുന്ന ഈ കാലത്തിനെ കുറിച്ച് പ്രവാചകൻ പറയുകയാണ്, അയ്യാമു സബർ, ക്ഷമ കൈക്കൊള്ളേണ്ട ഒരു കാലം വരുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ ക്ഷമയെന്ന് പറയുന്നത് അസ്സബ്റു ഫീഹിന്ന കഖബ്ദിൻ അലൽ ജമർ, അന്ന് ക്ഷമിക്കുന്നവൻ തീക്കട്ട മുറുകെ പിടിക്കുന്നവനെ പോലെയാണ്. പ്രവാചകൻ പറയുകയാണ്, ലിൽ ആമിലി ഫീഹിന്ന അജ്റു 50 റജുലാ. അന്ന് കർമ്മം ചെയ്യുന്നവന് 50 ചെറുപ്പക്കാരുടെ, 50 മനുഷ്യരുടെ കൂലിയുണ്ട്. ആരാണ് ഈ 50? സഹാബികൾ ചോദിച്ചു. കാരണം ഞങ്ങളെപ്പോലത്തെ 50 ഒരിക്കലും അവരത് പ്രതീക്ഷിക്കുന്നില്ല. അതിൽ ബിലാലുൽ മുഅദ്ദിനുണ്ട്, അതിൽ ഹബ്ബാബും ഉണ്ട്, അതിൽ യാസറും ഉണ്ട്, അതിൽ അമ്മാറും ഉണ്ട്, അതിൽ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടവരുണ്ട്. അവരെ പോലെ 50 പേരെ കൂലി വാങ്ങുന്ന ചേളന്നൂരുകാരോ അവർ ഊഹിക്കുന്നില്ല. സ്വാഭാവികമായും അവർ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് 50 മിന്നാ അം മിൻഹും, നബിയെ ഞങ്ങളെ കൂട്ടത്തിലുള്ള 50 ആളുകളുടെ കൂലിയാണോ, അതല്ല വേറെ ഏതെങ്കിലും 50 ആണോ? പ്രവാചകൻ പറഞ്ഞു, ബൽ 50 മിൻകും, നിങ്ങളെ കൂട്ടത്തിലുള്ള 50 ആളുകളുടെ കൂലി. അബൂബക്കറിനെ പോലെ, ഉമറിനെ പോലെ, ഉസ്മാനെ പോലെയുള്ള 50 ആളുകളുടെ കൂലി വാങ്ങിപ്പോകുന്നവർ ചേളന്നൂരിൽ
കോഴിക്കോടും മലപ്പുറത്തും ഉണ്ടാകാനിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓഫർ ചെയ്യുകയാണ്. അങ്ങനത്തെ ഒരു കാലത്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് കെട്ട കാലം എന്ന്, മോശപ്പെട്ട കാലം എന്ന്, ആൾക്കാർക്ക് നന്നാകാൻ പറ്റാത്ത കാലം എന്ന്, ഫിത്നയുടെ കാലം എന്ന്. ഫിത്നയുടെ കാലം എന്ന് പറഞ്ഞാൽ മോശമല്ല. എന്താ അങ്ങനെ മനസ്സിലാക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. വകദാലിക ഫതന്നാ ബഅലക്കും ബിബഅദിൻ ലിതസ്ബിറൂ. അല്ലാഹു നിങ്ങളിൽ നിന്ന് ചിലരെ കൊണ്ട് പരിശോധിക്കുന്നത് എന്തിനാണ്? നിങ്ങളിൽ ആരാണ് ക്ഷമയുള്ളത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു നിങ്ങളെ പരിശോധിക്കാണ്. ഭാര്യയെ കൊണ്ട് ഭർത്താവിനെ പരിശോധിക്കുന്നു, ഭർത്താവിനെ കൊണ്ട് ഭാര്യയെ പരിശോധിക്കുന്നു. ആ പരിശോധന നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടിയല്ല. അതെങ്ങനെ മൈനസ് ആകുന്നത്? സ്ത്രീകളെ കുറിച്ച് പറയും, സ്ത്രീകൾ ഫിത്തനയാണ്. അത് സ്ത്രീകളെ മോശപ്പെടുത്തലല്ല, സ്ത്രീകളെ തരം താഴ്ത്തലല്ല. അത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിലെ അതിർവരമ്പുകൾ പാലിച്ചുകൊണ്ട് സ്വർഗത്തിലെ ഉയരങ്ങൾ കീഴടക്കുന്നത് ആര് എന്ന് പരിശോധനയാണ്. അത് ആ സ്ത്രീയുടെ എൻട്രൻസ് പരീക്ഷയാണ്, ആ പുരുഷന്റെ എൻട്രൻസ് എക്സാമാണ്. അതെങ്ങനെ മോശമെന്ന് പറയാ? സുബ്ഹാനല്ലാഹ്. അപ്പം അതുകൊണ്ട് ഇത് ഒരു പരിശോധനയാണ്. നിങ്ങൾ നോക്ക്, പഴയ കാലം പോലെയല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലേക്ക് പോകുമ്പോൾ ഹറാമായ ഒരു കാഴ്ച കാണാൻ അവസരം ലഭിക്കുന്നില്ല. നമ്മൾ ഇന്ന് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് 100 മീറ്റർ നടക്കുമ്പോൾ 100 പ്രാവശ്യം ഹറാമ് കാണേണ്ടി വരുന്നവരാണ്. പല നിരക്കുള്ള ഹറാമ് കാണുന്നു, അന്യ സ്ത്രീകളെ കാണേണ്ടി വരുന്നു. ഈ സ്ത്രീ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഹലാലായ ആവശ്യത്തിന് വേണ്ടിയായിരിക്കും. വീട്ടിൽ പുരുഷന്മാരില്ലാത്തത് കൊണ്ട് അരി വാങ്ങാൻ വേണ്ടി വന്നതായിരിക്കും, ജോലിക്ക് വേണ്ടി പോകുന്നതായിരിക്കും, ഹോസ്പിറ്റലിലേക്ക് പോകുന്നതായിരിക്കും. അവളെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് പോകുന്നതിൽ അവിടെ യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ പള്ളിയിൽ പോകുന്ന നീ അവളെ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അവൾ വരുമ്പോൾ മാന്യമായി CCTV ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാം ഒപ്പിയെടുക്കുന്ന മാനസാന്തരങ്ങളെ, മനസ്സിൻ്റെ ആഴങ്ങളിൽ നടക്കുന്ന സംഘർഷങ്ങളെപ്പോലും ഒപ്പിയെടുക്കുന്ന അള്ളാഹുവിൻ്റെ റഡാറിൽ അത് പതിയുകയില്ലേ? നീ നിന്റെ കണ്ണുകളെ നിയന്ത്രിച്ചു, ഒരു വട്ടം നിയന്ത്രിച്ചു, രണ്ടാമത്തെ വട്ടവും നിയന്ത്രിച്ചു, മൂന്നാമത്തെ വട്ടവും നിയന്ത്രിച്ചു. പള്ളിയിലേക്ക് പോകുമ്പോൾ 100 പ്രാവശ്യം എൻ്റെ പെങ്ങളെ നിന്റെ ശരീരം നീ മറച്ചു പിടിച്ചു. ഒരു പുരുഷൻ വരുന്നുണ്ട്, അവന് ദർശനം കൊടുക്കാൻ എനിക്ക് അനുമതിയില്ല. 100 പ്രാവശ്യം നീ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നിന്റെ ശരീരത്തെ നീ മറച്ചു പിടിക്കുമ്പോൾ നിനക്ക് ലഭിക്കുന്നത് എന്താണെന്നറിയുമോ? ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ പൊള്ളുന്ന വെയിലത്ത് മലർത്തിക്കടത്തിയിട്ട് വയറ്റത്ത് പാറയുടെ കല്ല് വെച്ചുകൊണ്ട് പറയടാ ഞാനാണ് ദൈവം എന്ന് പറ. മുഹമ്മദിൻ്റെ പ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ രാജിവെച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി മർദ്ദിക്കപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള 50 സഹാബികളുടെ പ്രതിഫലം നിന്റെ അക്കൗണ്ടിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ഒരു പെൺകുട്ടിയിലേക്കുള്ള നോട്ടം നിയന്ത്രിച്ചതിൻ്റെ പേരിൽ നീ പള്ളിയിൽ പോയി നമസ്കരിച്ച് കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല, ഖുർആൻ വായിച്ചുകൊണ്ട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. നിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടിയോട് നിന്റെ മനസ്സിൽ സ്നേഹമുണ്ട്, പക്ഷേ നീ അത് നിയന്ത്രിക്കുന്നു. ഒരു ദിവസം 8 മണിക്കൂർ ഓഫീസിൽ ജോലി ചെയ്യുന്ന സഹോദരൻ ഈ 8 മണിക്കൂർ സമയം അതിർവരമ്പുകൾ പാലിക്കുമ്പോൾ അബൂബക്കറിന് ലഭിക്കാത്ത അവസരം, ഉമർ ഇബ്നുൽ ഖത്താബിന് ലഭിക്കാത്ത അവസരം, ഉസ്മാൻ ഇബ്നു അഫ്ഫാന് അല്ലാഹു നൽകിയിട്ടില്ലാത്ത അവസരം നിന്റെ കൈവെള്ളയിൽ അല്ലാഹു ജല്ല ജലാലുഹു വെച്ച് തന്നിട്ടുള്ളത് നിന്നെ പരാജയപ്പെടുത്താനല്ല. നീ ആൺകുട്ടിയാണോ? നീ ശക്തനാണോ? നീ ധീരനാണോ?
നീ ചെറുത്തു നിൽക്കാനുള്ള സമരാസക്തിയുള്ളവനാണോ എന്ന് പരിശോധിച്ച് അള്ളാഹുവിന് സന്തോഷിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള ചെറുപ്പക്കാരനോട്, അങ്ങനെയുള്ള ചെറുപ്പക്കാരിയോട്. അവൾക്ക് 50 ബിലാലിൻ്റെ, 50 അമ്മാറിൻ്റെ, 50 ഹബ്ബാബിൻ്റെ പ്രതിഫലം അവന് നൽകുമെന്ന് ഓഫർ ചെയ്തിട്ടുള്ളത് അള്ളാഹുവാണ്. ദുനിയാവിലെ അല്പനേരത്തെ താല്പര്യം, ദുനിയാവിലെ അല്പനേരത്തെ ആസ്വാദനം നിയന്ത്രിക്കാൻ പരിശുദ്ധ റമദാൻ നിനക്ക് പരിശീലനം നൽകിയിട്ടില്ലെങ്കിൽ എന്ത് പ്രയോജനമാണ് സഹോദര സഹോദരി ഈ റമദാൻ കൊണ്ട് നിനക്കുണ്ടായത്? വീടും പരിസരവും കട്ടിലും മേശയും ജനലും വാതിലും നീ തുടച്ചു വൃത്തിയാക്കിയത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ, പ്രകോപനങ്ങൾക്ക് മുമ്പിൽ നിന്റെ മനസ്സിനെയും നിന്റെ ശരീരത്തെയും വൃത്തിയാക്കി സൂക്ഷിക്കാൻ ഈ വിശുദ്ധ റമദാൻ നിനക്ക് പരിശീലനം തന്നിട്ടില്ലെങ്കിൽ നിന്റെ ജീവിതത്തിലെ ഒരു റമദാനിനെ കൂടി നീ പാഴാക്കി കളയുകയാണ്. ദുനിയാവിലെ കാമം, ദുനിയാവിലെ മോഹം, ദുനിയാവിലെ ദാഹം ഒരിക്കലും അറുതിയില്ലാത്തതാണ്. താരതമ്യം ചെയ്തു നോക്കണം. നാളെ സ്വർഗത്തിൻ്റെ ആസ്വാദനം അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്നു. യുത്താ ബി അനഅമി അഹ്ലി ദുനിയാ മിൻ അഹ്ലിന്നാരി യൗമൽ ഖിയാമ. നരകാവകാശികളിൽപ്പെട്ട ദുനിയാവിലെ ഏറ്റവും വലിയ സുഖിയനായ ആള്, അത് ഫറോവയാവട്ടെ, അത് ഖാറൂനാവട്ടെ, അബൂലഹബാവട്ടെ, ഇന്ത്യ രാജ്യത്ത് ഭീകര താണ്ഡവമാടുന്ന ഫാസിസ്റ്റ് തമ്പുരാക്കന്മാരാകട്ടെ, ആരാവട്ടെ, യുതാ ബി അനാമി അഹ്ലിന്നാരി മിൻ അഹ്ലി ദുനിയാ യൗമൽ ഖിയാമ. അവൻ മദ്യപിച്ചു ആസ്വദിച്ചു, അവൻ വ്യഭിചരിച്ച് ആസ്വദിച്ചു, അവൻ കൊള്ളപ്പലിശ കൊണ്ട് ആസ്വദിച്ചു, അവനെ നാളെ നരകത്തിൽ കൊണ്ടുവരുന്നു. ഫയുസ്ബഹു ഫിന്നാരി സബ്ഗാ. അവനെ നരകത്തിലേക്ക് ഒരു പ്രാവശ്യം ഇങ്ങ് മുക്കിയിട്ടെടുക്കുകയാണ്. നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടില്ല, വലിച്ചെറിയാൻ സമയമായിട്ടില്ല. അവൻ്റെ മൂർധാവ് പിടിച്ചുകൊണ്ട് നരകത്തിൽ മുക്കിയിട്ട് പൊക്കിയെടുത്തുകൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു എല്ലാ പ്രൗഢിയോടും കൂടി അവനോട് ചോദിക്കുകയാണ്, യബ്ന ആദം, ഓ ആദമിന്റെ പുത്ര, ഹൽ റഅയ്ത ഖൈറൻ ഖത്തു. നിന്റെ ജീവിതത്തിൽ നീ 2 വട്ടമല്ല 3 വട്ടം ഈ രാജ്യത്തിന്റെ ഭരണാധികാരത്തിലുണ്ടായിരുന്നു. നിന്നോട് ഞാൻ ചോദിക്കുന്നു, വാതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ. അവന്റെ ഖജനാവിന്റെ താക്കോൽ കൂട്ടം ഒരു മനുഷ്യ സഞ്ചയത്തിന് എടുത്താൽ പൊക്കാൻ കഴിയാത്ത അത്രക്കുമുണ്ട് എന്ന് പറയുന്ന ഖാറൂൻ മുതലാളിയെ പോലെയുള്ള ഒരുത്തനെ നരകത്തിലേക്ക് മുക്കിയിട്ടെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, യബ്ന ആദം, ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയില്ലാത്ത മനുഷ്യന്റെ പുത്ര, ഹൽ റഅയ്ത ഖൈറൻ ഖത്തു. നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ ആസ്വദിച്ചിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പെണ്ണിന്റെ സുഖം, ഒരു ദാമ്പത്യ സുഖം നീ ആസ്വദിച്ചിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സുന്ദരനായ പുരുഷന്റെ ചൂട് കൊണ്ട് നീ സുഖിച്ചിട്ടുണ്ടോ? നീ കൊള്ളപ്പലിശ തിന്നതിൻ്റെ പേരിൽ നീ സുഖിച്ചിട്ടുണ്ടോ? ഹൽ മർറ ബിക നഈമുൻ ഖത്തു. നീ 100 കൊല്ലം ജീവിച്ചപ്പോ നീ സംഭരിച്ചു വെച്ചിട്ടുള്ള, നീ കുന്നുകൂട്ടിയിട്ടുള്ള സമ്പത്ത് കൊണ്ട്, നിന്റെ ആരോഗ്യം കൊണ്ട്, നിന്റെ സൗന്ദര്യം കൊണ്ട് ദുനിയാവിലെ വല്ല സുഖങ്ങളും നിന്റെ ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുന്ന മറുപടിയുണ്ട്. ഏത് മനുഷ്യൻ? എന്നെ പോലെയുള്ള മോശക്കാരനല്ല. കാരണം ഞാൻ ദുനിയാവിലെ ഏറ്റവും വലിയ സുഖിയനല്ല. ഈ സദസ്സിലുള്ള ചെറുപ്പക്കാരിയെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരിയല്ല. കാരണം എനിക്ക് 100% ഉറപ്പുണ്ട്, ദുനിയാവിലെ ഏറ്റവും വലിയ സുഖിയന്മാർ ഈ സദസ്സിലില്ല.
ദുനിയാവിലെ ഏറ്റവും വലിയ സുഖിയൻ, ഏറ്റവും വലിയ സുഖിയത്തിയായ പെണ്ണ് അല്ലെങ്കിൽ പുരുഷൻ പറയുകയാണ്, യാ റബ്ബി വല്ലാഹി ലാ വല്ലാഹി യാ റബ്ബി മാ റഅയ്തു ഖൈറൻ ഖത്തു മാ മർറ ബി നഈമുൻ ഖത്തു. എനിക്ക് ദുനിയാവിൽ ഒരു സുഖവും കിട്ടിയിട്ടില്ല, ഞാനൊരു പുരുഷനെയും ആസ്വദിച്ചിട്ടില്ല, ഞാനൊരു സ്ത്രീയുമായി ബന്ധപ്പെട്ടപ്പോഴും എനിക്ക് അതൊന്നും സുഖമായിരുന്നില്ല. കാരണം നരകത്തിൻ്റെ ചൂട് തട്ടിപ്പോയി, നരകത്തിലിട്ട് മുക്കിയിട്ടേ ഉള്ളൂ. അവനാണ് സഹോദരന്മാരെ ഇത് പറയുന്നത്. ഇനി മറുവശത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, വയൂതാ ബി അശദ്ദിന്നാസി ബൂസൻ മിൻ അഹ്ലിൽ ജന്നത്തി യൗമൽ ഖിയാമ. ദുനിയാവിലെ ഏറ്റവും ദരിദ്രനായ ആൾ, ദുനിയാവിലെ ഏറ്റവും പാപ്പരായ ആൾ, ദുനിയാവിലെ ഏറ്റവും രോഗിയായ ആൾ, ഏറ്റവും വിരൂപിയായ ആൾ, ആരോഗ്യമില്ലാത്തയാൾ, സമ്പത്തില്ലാത്തയാൾ, സൗന്ദര്യമില്ലാത്തയാൾ, ഒരു പുരുഷനും വേണ്ടാത്തവൾ, ഒരു സ്ത്രീക്കും വേണ്ടാത്തവൻ, ആരും പരിഗണിക്കാത്തവൻ, പക്ഷേ അവൻ സ്വർഗത്തിൻ്റെ അവകാശിയാണ്. അവനെ പിടിച്ചു കൊണ്ടുവരുന്നു, അവനെ പിടിച്ചിട്ട് അവനെ സ്വർഗത്തിലിട്ടുകൊണ്ട് ഒരു പ്രാവശ്യം മുക്കിക്കളയുന്നു. എന്നിട്ട് അവനോട് അവൻ്റെ യജമാനനായ റബ്ബ് ചോദിക്കുന്നു, യബ്ന ആദം, ഓ ആദമിൻ്റെ പുത്ര, ഹൽ റഅയ്ത ബൂസൻ ഖത്തു, ഹൽ മർറ ബിക ബൂസുൻ ഖത്തു. അങ്ങനത്തെ ഒരാളെയും എനിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. കാരണം ഞാൻ ഈ ദുനിയാവിലെ ഏറ്റവും ദരിദ്രനല്ല. ഈ സദസ്സിലും അങ്ങനെയുള്ള ഒരാൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള ഒരു ദരിദ്രവാസിയെ നമ്മളിലൊരാളെയും അള്ളാഹു പെടുത്താതിരിക്കട്ടെ. ആ ദരിദ്രവാസിയെ സ്വർഗത്തിലിട്ട് മുക്കിയിട്ട് അള്ളാഹു ചോദിക്കുന്നു, യബ്ന ആദം ഹൽ റഅയ്ത ബൂസൻ ഖത്തു, നീ വല്ല പ്രയാസവും അനുഭവിച്ചിട്ടുണ്ടോ? നീ 100 പെൺകുട്ടികളുടെ വാതിലിന് മുട്ടിയിട്ടുണ്ട്, എൻ്റെ ഭാര്യയാവാൻ തയ്യാറുണ്ടോ? നിന്നെ തേടിയിട്ട് 100 പുരുഷന്മാർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി നിന്റെ വിവാഹാലോചന നിന്റെ പിതാവ് നടത്തിയപ്പോൾ നിന്റെ നിറത്തിന് കുറച്ച് കുറവുള്ളതിൻ്റെ പേരിൽ, നീ ഒരു ഇരിയ നിറമുള്ളവളായതിൻ്റെ പേരിൽ, നിന്റെ തറവാടിന് മഹിമ കുറഞ്ഞതിൻ്റെ പേരിൽ, ഭർത്താവില്ലാതെ ജീവിക്കേണ്ടി വന്ന പെണ്ണെ, നിന്റെ ജീവിതത്തിൽ ഒരു ഭർത്താവില്ലാത്തതിൻ്റെ, നിന്റെ ജീവിതത്തിൽ ഒരു ഭാര്യയില്ലാത്തതിൻ്റെ, നിനക്ക് ആരോഗ്യമില്ലാത്തതിൻ്റെ ഒരു പ്രയാസം നീ അനുഭവിച്ചിട്ടുണ്ടോ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ലാ വല്ലാഹി യാ റബ്ബി മാ റഅയ്തു ബൂസൻ ഖത്തു വമാ മർറ ബി ബൂസുൻ ഖത്തു. പടച്ചവനെ, എനിക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല, ഉണ്ടായത് എൻ്റെ ഓർമ്മയിലില്ല. അദ്ദേഹം പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദുനിയാവിലെ ആഗ്രഹങ്ങൾക്ക് അവസാനം ഉണ്ടാവുകയില്ല, അതിൻ്റെ പിന്നാലെ പോകാൻ പാടില്ല. ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നവന് ഭർത്താവിന് തൻ്റെ ഭാര്യയിൽ സംതൃപ്തി, സ്നേഹം, ആദരവ്, ആ ഭാര്യയെക്കുറിച്ചുള്ള മതിപ്പ് മരിക്കുന്നത് വരെ വേണം. തൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള ആദരവും ബഹുമാനവും സ്നേഹവും മരിക്കുന്നത് വരെ വേണം. അത് കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം? ഹറാമായ ആസ്വാദനത്തിലേക്ക് ചിന്തിക്കാൻ പാടില്ല. കാരണം ഹറാമായ ആസ്വാദനം നമ്മെ നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ചെറിയ ഒരു ഉദാഹരണം നിങ്ങൾ നോക്കൂ. നമ്മുടെ വീട്ടിൽ കിണർ ഉണ്ടാകും. കിണറില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് കിണർ കുത്തിക്കൊടുക്കണം. ഭാര്യമാരെ ലഭിക്കാത്തവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം. ഭർത്താക്കന്മാരെ കിട്ടാത്തവർക്ക് ഭർത്താക്കന്മാരെ ഉണ്ടാക്കി കൊടുക്കണം. അതൊക്കെ വേണം. പക്ഷെ ഒരു കിണറുണ്ട്, ഒരു ഭാര്യയുണ്ട്, ഒരു ഭർത്താവുണ്ട്. പക്ഷേ ആ കിണറ്റിൽ നിന്ന് ഞാൻ വെള്ളം കുടിക്കുന്നില്ല. വെള്ളം കുടിച്ചാൽ എനിക്ക് ദാഹം മാറും. ഞാൻ ഒരു ദിവസം വെള്ളം കുടിച്ചു, ദാഹം മാറിയിട്ടുണ്ട്.
ആ കിണറിലെ വെള്ളം ഞാൻ സൂക്ഷിക്കുന്നു, അത് മൂടി വെക്കുന്നു, അത് ഞാൻ ഇടയ്ക്ക് കഴുകി വൃത്തിയാക്കുന്നു. ദാഹം വരുമ്പോൾ വീണ്ടും കുടിക്കുന്നു, ദാഹം മാറുന്നു. എത്ര വട്ടം എനിക്ക് ദാഹം മാറിയിട്ടുണ്ട്. ആ കിണറിൻ്റെ കൂടെ മുന്നോട്ട് പോയാൽ മരിക്കുന്നത് വരെ എനിക്ക് ആ കിണറിലെ വെള്ളം തന്നെ മതി, എനിക്ക് എൻ്റെ ഭാര്യ തന്നെ മതി. ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിരുന്ന ആദ്യത്തെ രാത്രിയിൽ എൻ്റെ ഭാര്യ എനിക്ക് എങ്ങനെയാണ് അങ്ങനെയാണ് 75ാമത്തെ വയസ്സിൽ ഇന്നും എനിക്ക് ഉള്ളത്. എൻ്റെ ഭർത്താവ് എങ്ങനെയായിരുന്നു അങ്ങനെയാണ് ഇന്നും എനിക്ക് ഉള്ളത്. എൻ്റെ ഭർത്താവ് മരിച്ചാൽ 4 മാസവും 10 ദിവസവും ഞാൻ ദുഃഖം ആചരിക്കുകയാണ് ഇദ്ദ എന്ന പേരിൽ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, പക്ഷേ ഈ കിണറിലെ വെള്ളം വേണ്ട. അവൻ്റെ തൊട്ടപ്പുറത്ത് വലിയ സമുദ്രമുണ്ട്, അറബിക്കടലുണ്ട്. അറബിക്കടലിൽ ധാരാളം വെള്ളമില്ലേ? ധൈര്യത്തിൽ കുടിച്ചുകൂടെ? വെറുതെ കിട്ടുന്നതല്ലേ? ഞാൻ സമ്പന്നനല്ലേ? എനിക്ക് സ്വന്തമായി ദ്വീപ് ഇല്ലേ? എനിക്ക് സെക്യൂരിറ്റി ഇല്ലേ? എന്നെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? സിയോണിസ്റ്റുകളുടെ സംരക്ഷണമില്ലേ? അമേരിക്കയുടെ സംരക്ഷണമില്ലേ? അറബ് ലോകത്തെ ഭരണാധികാരികളെ ഇവിടെ കൊണ്ടുവന്നുകൂടെ? ഫലസ്തീനിലെ പിഞ്ചു ബാലികമാരെ ഇവിടെ കൊണ്ടുവന്നുകൂടെ? അറബി പെണ്ണുങ്ങൾ ഞാനൊന്ന് ചൊട്ടിയാൽ വരുന്നതല്ലേ ഉള്ളൂ. എത്ര അറബി പെൺകുട്ടികളെ കൊണ്ടുവന്ന് ബലാത്സംഗം ചെയ്ത് കൊത്തി നുറുക്കി ഫ്രീസറിൽ വെച്ചു ഭക്ഷണമായി കഴിച്ച ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറയുന്ന 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടാമൃഗത്തെക്കുറിച്ച് മീഡിയകൾ സംസാരിക്കാത്ത ക്രൂരതയെക്കുറിച്ച് നിങ്ങളും ഞാനും ഇവിടെ അനുസ്മരിക്കേണ്ടതുണ്ട്. എപ്സ്റ്റൈൻ അവസാനിച്ചത് ഭ്രാന്തനായിക്കൊണ്ടാണ്. ദാഹം ശമിക്കാതെയല്ല, വായിൽ നിന്ന് നൊര വന്നുകൊണ്ടാണ്. അറബിക്കടലിൽ പോവുകയാണ്, വെള്ളം ധാരാളമുണ്ട്, ഒരിക്കലും വറ്റിപ്പോകാത്ത വെള്ളമാണ്. കിണറിലെ വെള്ളം എനിക്ക് പോരാ. കടലിൽ പോയി വെള്ളം കുടിച്ചു, വീണ്ടും കുടിച്ചു, ദാഹം മാറുന്നില്ല. അവസാനം വായിൽ നിന്ന് ഉപ്പുവെള്ളം കുടിച്ചു, വീണ്ടും ഉപ്പുവെള്ളം കുടിച്ചു, നൊരയും പതയും വന്നു. അവൻ ചത്തൊടുങ്ങുകയല്ലേ ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയെ വിട്ടുകൊണ്ട് മറ്റൊരു സ്ത്രീയുമായി നീ ടെലഫോണിൽ സംസാരിക്കുന്നത് നിന്റെ പതനത്തിൻ്റെ തുടക്കമാണ്. പ്രിയപ്പെട്ട ഉമ്മ, 3 കുട്ടികളുടെ ഉമ്മയായ താങ്കൾ ഒരിക്കലും തന്നെ ഭർത്താവിൻ്റെ അഭാവത്തിൽ, ഭർത്താവിൻ്റെ ഇഷ്ടമില്ലാതെ ഒരു പുരുഷനെ താങ്കളുടെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നതോടുകൂടെ താങ്കളുടെ അധപ്പതനം തുടങ്ങുകയാണ്. താങ്കൾ എപ്സ്റ്റീനിയൻ ദ്വീപിലേക്കുള്ള യാത്രയുടെ തുടക്കത്തിലാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദുനിയാവിലെ ആസ്വാദനം പൂർത്തിയാക്കിയെടുക്കാൻ കഴിയില്ല. നമ്മുടെ മനസ്സാക്ഷിയെ ചവിട്ടി തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള വെമ്പൽ നമ്മുടെ ശരീരത്തിലുണ്ട്. അതല്ലയോ അല്ലാഹു പറഞ്ഞല്ലോ, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാനാ. ഖിയാമത്ത് നാളിനെ സ്ഥിരീകരിക്കാൻ വേണ്ടി ആ ഖിയാമത്ത് നാളിനെ തന്നെ പിടിച്ചുകൊണ്ട് അള്ളാഹു ആണയിടുകയാണ്. കാരണം അതിനേക്കാൾ വലിയൊരു സത്യം വേറെയില്ല. എന്നിട്ട് രണ്ടാമത് അള്ളാഹു സത്യം ചെയ്യുന്നത് വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, മനുഷ്യൻ്റെ മനസ്സാക്ഷിയെ തന്നെ സത്യം. കാരണം ഏത് ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറയുന്ന കണ്ടാമൃഗത്തിൻ്റെയും മനസ്സിൻ്റെ ആഴങ്ങളിൽ ഒരു വസ്തുവുണ്ട്. ആ വസ്തുവിൻ്റെ പേരാണ് മനസ്സാക്ഷി. വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, അതിനെയും സത്യം ചെയ്തുകൊണ്ട് പരലോകമുണ്ട്, മരണമുണ്ട്, അന്ത്യനാളുണ്ട് എന്ന് പറയുമ്പോൾ ശേഷം അള്ളാഹു ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. എന്നിട്ടെന്താ ഇവർ നന്നാവാത്തത്? എന്നിട്ടെന്താണ് ഇവർ വ്യഭിചാരികളായി പോകുന്നത്? ഇവർ കള്ളുകുടിയന്മാരായി പോകുന്നത്? അതിൻ്റെ മറുപടി അള്ളാഹു തന്നെ പറയുന്നു. ഒരു സൈക്കോളജിക്കൽ പ്രോസസ്സിലേക്ക് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ യസ്അലു അയ്യാന യൗമുൽ ഖിയാമ.
മനുഷ്യന്റെ താല്പര്യം ഈ കടലിലെ വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കണമെന്നാണ്. കടലിലെ വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കണം എന്ന ആർത്തിയുമായി നടക്കുന്നവനാണ്. ലോകത്തുള്ള മുഴുവൻ പെണ്ണുങ്ങളെയും വ്യഭിചരിക്കണമെന്ന് വിചാരിക്കുന്നവനാണ്. മുഴുവൻ വട്ടിപ്പലിശയും എൻ്റെ വലയിലേക്ക് വലിച്ചു കൂട്ടണം എന്ന് വിചാരിക്കുകയാണ്. ബൽ യുരീദുൽ ഇൻസാനു ലിയഫ്ജുറ അമാമ. വിശാലമായ അർത്ഥമാണ്, ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വരികയല്ല. അമാമ എന്ന് പറഞ്ഞാൽ അവൻ്റെ മുമ്പാകെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും, അവൻ്റെ മുമ്പാകെയുള്ള എല്ലാ മതിൽക്കെട്ടുകളെയും ഭേദിച്ചുകൊണ്ട് കുറ്റം ചെയ്യണമെന്ന ഒരു ത്വര. ഇന്നന്നഫ്സ ലഅമ്മാറത്തും ബിസൂ. അവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ട് ആ ഒരു ത്വര കാരണമായിട്ടാണ് അവൻ ഇത് ചെയ്യുന്നത്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ത്വര ഒരിക്കലും അവസാനിപ്പിക്കാൻ സാധ്യമല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് മനസാക്ഷിയുമായിട്ടുള്ള യുദ്ധം നടക്കുമ്പോൾ നമ്മൾ മനസാക്ഷി വിജയിക്കാനുള്ള വഴികൾ തുറന്നു കൊടുക്കണം. മനസാക്ഷിയെ കൊന്നു കുഴിച്ചുമൂടാൻ പാടില്ല. മനസാക്ഷിയെ കൊന്നു കുഴിച്ചു മൂടുന്ന ഒരൊറ്റ പ്രക്രിയയെക്കുറിച്ച് കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം ഉപസംഹരിക്കുന്നു. മനസാക്ഷിയെ കൊന്നു കുഴിച്ചു മൂടാനുള്ള ഒരു പ്രോസസ്സ് നമ്മുടെ ഇടയിൽ നടക്കുന്നതിൻ്റെ ചെറിയ ഒരു ഉദാഹരണം, ഒരു 10 മിനിറ്റ് കൂടിയായിരിക്കും ഞാൻ അധികം എടുക്കുക. പ്രശ്നമുണ്ടോ? എന്താണ് സംഭവം എന്നറിയുമോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന, ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം സഹോദരൻ, ഒരു സഹോദരി, ഒരു ചെറുപ്പക്കാരി എടുക്കുക. അവൾ ഒരു കോളേജ് ക്യാമ്പസിൽ പഠിക്കുന്നവളാണ്. ആ ക്യാമ്പസിലെ 999 ആളുകൾ അധ്യാപകന്മാരായിട്ടും വിദ്യാർത്ഥികളായിട്ടും വിദ്യാർത്ഥിനികളായിട്ടും ഇസ്ലാമിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഒരു വിദ്യാർത്ഥിനി അവിടെയുണ്ട്, അല്ലെങ്കിൽ ഒരു അധ്യാപിക അവിടെയുണ്ട്. അവൾ ഇസ്ലാമിൻ്റെ അതിർവരമ്പുകൾ ഏകദേശം പാലിക്കുന്നവളാണ്. 100% എന്ന് ഞാൻ പറയുന്നില്ല. അവളൊരു പർദ്ദ ധരിക്കുന്നുണ്ട്. നമസ്കാരത്തിൻ്റെ സമയമായാൽ നമസ്കരിക്കാൻ ഒരു ഇടം വേണം. പള്ളിയാവട്ടെ, ക്ലാസ് റൂമിൻ്റെ ഒരു ഭാഗമാകട്ടെ, എവിടെയെങ്കിലും അവൾ അന്വേഷിക്കുന്നുണ്ട്. അന്യപുരുഷന്മാരുമായിട്ടുള്ള ഇടപഴക്കത്തിൽ അവൾ അതിർവരമ്പുകൾ പാലിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പെൺകുട്ടി ആ ക്യാമ്പസിലുണ്ട് എന്ന് വെക്കുക എങ്കിൽ എല്ലാ ക്യാമറ കണ്ണുകളും അവളിലേക്ക് തിരിയും. എല്ലാവരും അവളിലേക്ക് റഡാർ തിരിച്ചു വെക്കും. എന്താണ് അതിൻ്റെ കാരണം? എന്താണ് അവൾ നമ്മളെ മീറ്റിങ്ങിൽ വരാത്തത്? അവൾ എന്താണ് നമ്മുടെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാത്തത്? അവളെന്താണ് നമ്മളോട് സംസാരിക്കാത്തത്? നമ്മളോട് തമാശ പറയാത്തത്? നമ്മുടെ കമ്പനിയിൽ കൂടാത്തത് എന്ന പരാമർശമായിരിക്കും, എന്ന ചർച്ചയായിരിക്കും. അവൾ അധ്യാപകന്മാരെ ഗരാവോ ചെയ്യുന്നില്ല. അവൾ ക്യാമ്പസ് വൃത്തികേടാക്കുന്നില്ല. അവൾ ജൂനിയർ വിദ്യാർത്ഥിനികളെ റാഗിങ്ങിന് വിധേയരാക്കുന്നില്ല. അവൾ ആ ക്യാമ്പസിൻ്റെ അച്ചടക്കമാണ്. അവൾ ആ ക്യാമ്പസിൻ്റെ സൗന്ദര്യമാണ്. പക്ഷേ എല്ലാവർക്കും അവളെക്കുറിച്ചാണ് ചർച്ചയുള്ളത്. കാരണം എന്താണ്? എങ്ങനെയാണ് ചർച്ച എന്നറിയുമോ? ചർച്ചയ്ക്ക് പല ശൈലിയുണ്ട്. നമ്മുടെ ഭരണം അവൾ പിടിച്ചടക്കുമോ? നമുക്ക് ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഭരണം ലഭിച്ചാൽ അവിടെ ആഭ്യന്തര മന്ത്രാലയം ഇവൾ കൈയാളുമോ? നിങ്ങൾക്ക് ചിത്രം വായിക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു ജനവിഭാഗത്തെക്കുറിച്ച് പറയുകയാണ്, അടുത്ത ഭരണം ഇവർക്കാണ്. വേറെ ആർക്കെങ്കിലും ഭരണം കിട്ടിയാൽ അവിടെ ആഭ്യന്തരം ഇവരെ കയ്യിലായിരിക്കും എന്ന രീതിയിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്ന പൊതുബോധത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ പെൺകുട്ടിയെക്കുറിച്ച് പറയുന്നു. അവൾ പർദ്ദയിടുന്നു, അവൾ കറുത്ത പർദ്ദയിടുന്നു, ചിലപ്പോൾ അവൻ തൊപ്പിയിടുന്നു, ചിലപ്പോൾ അവന് താടിയുണ്ട്, അവൻ പള്ളിയിലേക്ക് പോകുന്നു, അവൾ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ചിട്ടയുള്ളവനാണ്. അവളെക്കുറിച്ച് മാത്രം ചർച്ചയാണ്, അവനെക്കുറിച്ച് മാത്രം ചർച്ചയാണ്. ആ ക്യാമ്പസ് വൃത്തികേടാക്കുന്നവരെ കുറിച്ച് ഒരു ചർച്ചയുമില്ല. എപ്സ്റ്റീനിയൻ ഫയലുകളെക്കുറിച്ച് ചർച്ചയില്ല. എന്താണ് ഇതിൻ്റെ കാരണം? ഇതിൻ്റെ കാരണമൊന്നുമല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ സഹോദരി ആ ക്യാമ്പസിലെ കണ്ണാടിയാണ്. എങ്ങനെയുള്ള കണ്ണാടി? ആ ക്യാമ്പസിലേക്ക് മൊത്തം തിരിച്ചു വെക്കപ്പെട്ടുള്ള കണ്ണാടി. ഈ കണ്ണാടിയിൽ ആ ക്യാമ്പസിൻ്റെ വൈകൃതങ്ങൾ മുഴുവൻ നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ്. ഈ കണ്ണാടി ഓരോ മദ്യപാനിയുടെ നേരേക്കും തിരിച്ചു വച്ചിട്ടുണ്ട്. ഈ കണ്ണാടി ഓരോ വ്യഭിചാരിയിലേക്കും തിരിഞ്ഞുകൊണ്ട് അവൻ്റെ മനസ്സാക്ഷിയെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. അവൻ്റെ മനസ്സാക്ഷി അവനോട് പറയുന്നുണ്ട്, നീ വ്യഭിചാരിയാണ്, വ്യഭിചരിക്കരുത്. അതിൻ്റെ കൂടെയാണ് ഈ കണ്ണാടിയും പറയുന്നു, നിങ്ങൾ ഇപ്പോൾ ഏർപ്പെടുന്നത്
അശ്ലീലമായ പ്രവർത്തനമാണ്, ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഈ കണ്ണാടി എല്ലാ വൈകൃതങ്ങളെയും ഏറ്റക്കുറച്ചിലില്ലാതെ നീതിബോധത്തോടു കൂടി അതിവാദങ്ങളില്ലാതെ കൃത്യവും വ്യക്തവുമായി ആ ക്യാമ്പസിൻ്റെ, ആ രാജ്യത്തിൻ്റെ, ആ കുടുംബത്തിൻ്റെ, ആ പ്രസ്ഥാനത്തിൻ്റെ, ആ കൂട്ടായ്മയുടെ എല്ലാ വൈകൃതങ്ങളെയും തുറന്ന് പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടി അവിടെ ഉണ്ടാകുന്നത് അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അവരുടെ തെറ്റായ, അവരുടെ പരിധി വിട്ട സ്വൈരവിഹാരത്തിന് മുമ്പിൽ ആ കണ്ണാടി ഒരു തടസ്സം ആകുന്നു. അതുകൊണ്ട് ആ കണ്ണാടിയുടെ വിഷയത്തിൽ അവർക്ക് രണ്ടാലൊരു നിലപാട് എടുക്കേണ്ടി വരും. എന്താണ് ആ രണ്ടാലൊരു നിലപാട്? ഒന്നുകിൽ ആ കണ്ണാടി എറിഞ്ഞു തകർക്കണം, അല്ലെങ്കിൽ ആ കണ്ണാടി പ്രതിഫലിപ്പിക്കുന്നത് പോലെ നമ്മൾ മോശക്കാരാണല്ലോ, അതുകൊണ്ട് നമ്മൾ നന്നാവണം എന്ന ചിന്ത ഉണ്ടാകണം. രണ്ടാലൊരു രീതിയെ അവർക്ക് കരണീയമായിട്ടുള്ളൂ. അവരെന്താ ചെയ്യുക? സാധാരണഗതിയിൽ ഭൂരിഭാഗം ആളുകളും ചെയ്യലെന്താണ്? ആ കണ്ണാടിയെ എറിഞ്ഞു ഉടക്കുക. ചെറിയൊരു കല്ലിൻ്റെ ചീള് കൊണ്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ണാടി തവിട് പൊടിയാകും. ഏറ്റവും എളുപ്പമുള്ള പണിയാണ്. ഭൂരിപക്ഷം ആളുകളും ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ അപൂർവം ചില ആളുകൾ ഈ കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ വളരെ വിരൂപിയാണ്, ഞാൻ മോശക്കാരനാണ്, ഞാൻ നന്നാവേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കുന്ന അത്യപൂർവം ചില ആളുകളുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കണ്ണാടി ആരാണ്? ഞാനാണ്, നിങ്ങളാണ്. ഞാനും നിങ്ങളുമാകുന്ന ഈ പ്രസ്ഥാനത്തിലെ, ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകന്മാർ ഈ സമുദായത്തിലെ, ഈ സാഹചര്യത്തിലെ, ഈ രാജ്യത്തെ, ഈ പ്രദേശത്തെ, ഈ രാഷ്ട്രത്തിലെ, ഈ ബഹുസ്വര സമൂഹത്തിലെ, ഈ ക്യാമ്പസിലെ, ഈ അങ്ങാടിയിലെ കണ്ണാടികളായിട്ട് നിൽക്കേണ്ടതുണ്ട്. നമ്മളാകുന്ന കണ്ണാടി ഇവിടെ ഉണ്ടാകുമ്പോൾ ഈ രാജ്യത്തെ ഫാസിസ്റ്റുകൾക്ക്, ഇവിടെയുള്ള ആ പാവപ്പെട്ട പിന്നോക്ക വിഭാഗക്കാരെ, ഇവിടെയുള്ള പാവപ്പെട്ട താഴ്ന്ന ജാതിക്കാരെ ആക്രമിക്കാൻ കഴിയില്ല. നമ്മളാകുന്ന കണ്ണാടി ഇവിടെയുണ്ട്. നമ്മളാകുന്ന കണ്ണാടി ഇവിടെ ഉണ്ടായാൽ സ്ത്രീകളെ ബലാത്കാരമായി പിടിച്ചു കൊണ്ടുപോകാൻ ഇവിടെയുള്ള ആ മേലാളന്മാർക്ക് സാധിക്കുകയില്ല. ബാലന്മാരെ, കുട്ടികളെ പീഡിപ്പിക്കാൻ കഴിയുകയില്ല. നമ്മളാകുന്ന കണ്ണാടി ഇവിടെ ഉണ്ടാകുന്ന കാലത്തോളം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളാകുന്ന കണ്ണാടിയിലേക്ക് കല്ലുകളല്ല പാറക്കഷ്ണങ്ങൾ കൊണ്ട് എറിയുമ്പോൾ ഉടഞ്ഞു വീഴാതെ ശ്രദ്ധിക്കണം. പർദ്ദ അഴിച്ചു വെക്കാൻ വേണ്ടി പറയുമ്പോൾ നമ്മൾ അഴിച്ചു വെക്കരുത്. താടി വടിച്ചു കളയാൻ വേണ്ടി പറയുമ്പോൾ നമ്മളതിന് വശംവദരാകരുത്. നമ്മുടെ ഇസ്ലാമിക ഡ്രസ്സിംഗ് കോഡുകളും നമ്മുടെ അപ്പിയറൻസുകളും നമ്മുടെ ആചാരമര്യാദകളും നമ്മുടെ ആരാധനാ നിഷ്ഠകളും അതിലൊരിക്കലും തന്നെ കോംപ്രമൈസിന് തയ്യാറാവരുത്. കാരണം കണ്ണാടിയിലേക്ക് എറിയുന്ന ആദ്യത്തെ ഏറ് കൊലപാതകം അല്ല. ആ ക്യാമ്പസിലുള്ള പെൺകുട്ടിയെ കൊന്നുകളയുക എന്നതല്ല, കൊന്നാൽ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൊന്നാൽ അവളുടെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ അവസാനിച്ചു. കൊന്നാൽ അവൾക്ക് ഷഹീദിൻ്റെ കൂലി ലഭിച്ചു. കൊന്നാൽ അവൾ സ്വർഗസ്ഥയായി. എന്നാൽ കൊലപാതകമല്ല ആ കണ്ണാടിയിലേക്ക് എറിയുന്ന ഏറ് എന്ന് പറയുന്നത്. ആ കണ്ണാടിയിലേക്ക് എറിയുന്ന ആദ്യത്തെ ഏറ് എന്താണെന്നറിയുമോ? പ്രലോഭനം ആകുന്നു. പ്രലോഭിപ്പിക്കുക. അല്ല പെണ്ണെ, എന്തിനാ കറുത്ത പർദ്ദ തന്നെ ഇടുന്നത്? ഞാൻ കറുത്ത പർദ്ദ ഇടൽ പ്രത്യേക സുന്നത്തെന്നുള്ള അഭിപ്രായക്കാരനൊന്നും അല്ലട്ടോ. അങ്ങനെ ഒരു തീവ്രവാദം എനിക്കുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പക്ഷേ കറുത്ത പർദ്ദയിട്ട് ശീലിച്ച ഒരു പെണ്ണ്, അത് ഇസ്ലാമിൻ്റെ ഒരു ഐക്കണായി സ്വീകരിച്ച ഒരു പെണ്ണ്, ഇനി അവൾ ആ കറുത്ത പർദ്ദയിൽ നിന്ന് താഴോട്ടിറങ്ങാൻ പാടില്ല. മുഖം മൂടി ധരിച്ചു ശീലിച്ച ഒരു പെണ്ണ് അത് അഴിച്ചു മാറ്റുന്നത് അധപ്പതനത്തിലേക്കുള്ള തുടക്കമാണ്. താടി വെച്ച് ശീലിച്ച ഒരു ചെറുപ്പക്കാരൻ ആർക്കോ വേണ്ടി, ഏതോ ഒരുത്തിക്ക് വേണ്ടി, ഏതോ കൂട്ടായ്മക്ക് വേണ്ടി അത് വടിച്ചു മാറ്റുന്നത് അധപ്പതനത്തിലേക്കുള്ള തുടക്കമാണ്. ഈ കണ്ണാടിയിലേക്ക് എറിയുന്ന ആദ്യത്തെ കൽച്ചീൽ അതാണ്. അതിനുവേണ്ടി അവർ പല തന്ത്രങ്ങളും പയറ്റും. പണ്ഡിതന്മാർക്ക് രണ്ടഭിപ്രായമല്ലേ?
ആ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഈ പള്ളിയിലെ മൗലിയാർ ഇങ്ങനെ പ്രസംഗിച്ചിട്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല, ധരിക്കുന്ന ആഭരണങ്ങൾക്ക് കൊടുക്കേണ്ടതില്ല, ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരെ കൗലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലെ വിരോധാഭാസം ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ സൂചിപ്പിക്കാം. ദുന്യാവിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാരെ കൗലുണ്ടോ? ഇല്ല. നിങ്ങൾ ആ ഭക്ഷണം കഴിക്കരുത് എന്നൊരു ഡോക്ടർ പറയാം, MBBS ഡോക്ടറാ, ലോക്കൽ ഒരു കോമൺ ഒരു ജനറൽ ഡോക്ടർ പറയാണ് ആ മരുന്ന് ആ ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിക്കുന്നത് വരെ ആ ഭക്ഷണം കഴിക്കൂല. നിങ്ങളെ പ്രസ്ഥാനത്തിലെ ഏറ്റവും സമാദരണീയനായ ഒരു പണ്ഡിതൻ നിങ്ങളോട് പറയാണ് ആ ഭക്ഷണം കഴിച്ചോളൂ, ഒരു കുഴപ്പമില്ല, പണ്ഡിതൻ്റെ വാക്കല്ല, ഖുർആനിലെ ആയത്ത് ഓതിയിട്ട് ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ പോലും ഭക്ഷണം കഴിക്കൂല. അവിടെ പണ്ഡിതൻ വേണ്ട, ഡോക്ടർ പറഞ്ഞത് മതി. ഒരു കീല ഉണ്ട്, എന്താ കീല? ആ ഭക്ഷണം കഴിച്ചാൽ ക്യാൻസർ വരും, ആ ഭക്ഷണം കഴിച്ചാൽ കിഡ്നി പേഷ്യൻ്റ് ആകും. ദുന്യാവിൻ്റെ വിഷയത്തിൽ നമ്മൾ തീവ്രവാദിയാണ്, പക്ഷേ ആ വിഷയത്തിൽ നമ്മളെപ്പറ്റി ആരും വഹാബി എന്ന് പറയൂല, മൗദൂദി എന്ന് പറയില്ല. ദുന്യാവിൻ്റെ വിഷയത്തിൽ പഞ്ചസാര കഴിക്കാതെ പിടിച്ചു നിൽക്കുന്ന കർശന നിലപാടുകാരനെ കുറിച്ച് ആരെങ്കിലും മൗദൂദി എന്ന് പറയോ? ആരെങ്കിലും ഭീകരവാദി എന്ന് പറയോ? ആരെങ്കിലും താലിബാനി എന്ന് പറയോ? ഇല്ല. എന്നാൽ കറുത്ത പർദ്ദയിടുന്ന, മുഖത്ത് മറവ് ഉണ്ടാക്കുന്ന, മാസ്ക് ധരിക്കുന്ന ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരിയായ ഒരു സഹോദരിയെ നോക്കിക്കൊണ്ട് മൗദൂദിച്ചി എന്ന് പറയും. താടി വെച്ച, തലയിൽ തൊപ്പിയിട്ട ഒരു ജമാഅത്തുകാരനെ കുറിച്ച്, ഒരു മുജാഹിദ് പ്രവർത്തകനെ കുറിച്ച് വഹാബി എന്ന് പറയും, മൗദൂദി എന്ന് പറയും. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ, പണ്ഡിതന്മാരെ കൗലൊന്നും അല്ല ഇവിടത്തെ പ്രശ്നം എൻ്റെ താല്പര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി, നിങ്ങളെ പർദ്ദ അയച്ചു മാറ്റാൻ വേണ്ടി, നിങ്ങളെ ഇസ്ലാമിക സംസ്കാരത്തിൽ നിന്ന് പിറകോട്ട് വലിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ആദ്യത്തെ കല്ലിൻ്റെ ചീള്. അതിൽ നിങ്ങൾ വീണു പോകും. അവിടെയാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. വലിയ പ്രയാസമാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, വലൗലാ അൻ സബ്ബത്നാക ലഖദ് കിത്ത തർകനു ഇലൈഹിം ശൈഅൻ ഖലീലാ. മുഹമ്മദ് നബിയേ, നിങ്ങളെ ഞാൻ ശക്തമായി മുറുകെ പിടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, നിങ്ങളെ ഞാൻ തടഞ്ഞു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ എൻ്റെ കവചം നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ലഖദ് കിത്ത തർകനു ഇലൈഹിം ശൈഅൻ ഖലീലാ, നിങ്ങൾ പർദ്ദ അഴിച്ചു മാറ്റാൻ അടുത്തിരുന്നു, നിങ്ങൾ തലപ്പാവ് മാറ്റിവെക്കാൻ ഒരുങ്ങിയിരുന്നു, നിങ്ങൾ താടി വടിച്ചു കളയാൻ തയ്യാറായിരുന്നു. അതിനു മാത്രം പ്രലോഭനത്തിൻ്റെ പേമാരി വർഷം നിങ്ങളുടെ രാജ്യത്ത് നിന്ന്, നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് അല്ല, നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് നിന്ന്, നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് നിന്ന് ഉണ്ടാകും. നബിയെ, ഞാനാണ് നിങ്ങളെ പിടിച്ചു വെച്ചത്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വ്യഭിചാരത്തിൻ്റെ മുമ്പിൽ നിന്ന്, ഈജിപ്തിലെ സുന്ദരിമാരായ പെണ്ണുങ്ങളുടെ ആഭാസത്തിൻ്റെ മുമ്പിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പിടിച്ചു വച്ചത് പിതൃമഹത്വമല്ല, വംശാവലിയുടെ മഹത്വമല്ല. ബാപ്പ യാക്കൂബാണ്, അദ്ദേഹത്തിൻ്റെ ബാപ്പ ഇസ്ഹാഖാണ്, അദ്ദേഹത്തിൻ്റെ ബാപ്പ ഇബ്രാഹിമാണ്. ഈ വംശാവലിയേക്കാൾ നല്ല ഒരു വംശാവലി മനുഷ്യ കുലത്തിൻ്റെ ചരിത്രത്തിലുണ്ടോ? പക്ഷേ പെണ്ണുങ്ങളുടെ പ്രലോഭനത്തിൻ്റെ മുമ്പിൽ വന്നപ്പോ ആ വീടിൻ്റെ എല്ലാ കിളിവാതിലും അടച്ചു ഭദ്രമാക്കിയ ശേഷം ആ പെണ്ണ് സുമുഖനായ സുന്ദരനായ, ലോകത്തെ ഏറ്റവും സുന്ദരനായ 18 വയസ്സിൻ്റെ പ്രായത്തിലുള്ള കല്യാണത്തിൻ്റെ മധുരം ആസ്വദിച്ചിട്ടില്ലാത്ത യൂസുഫിനോട് പറഞ്ഞു, ഹൈതലക്ക, ക്യാമറയില്ല, റഡാറില്ല, ഒരു കിളിവാതിലും ഓപ്പണല്ല, എൻ്റെ ഭർത്താവ് ഇവിടെയില്ല, എൻ്റെ കിടപ്പറ
പങ്കിടണം എന്ന് പറഞ്ഞു വിളിച്ചപ്പോ എൻ്റെ ആത്മീയ പവർ അല്ല, ബാപ്പയുടെ ശക്തിയല്ല, ബദരീങ്ങളെ വിളിച്ചിട്ടില്ല, മമ്പറത്തെ തങ്ങളെ വിളിച്ചിട്ടില്ല, വല്യാപ്പയായ ഖൈറുൽ ബരിയത്തി ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ടില്ല. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കാല മാദല്ലാഹ്, പടച്ചവനെ എന്നെ പൊട്ടൻ കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ഞാൻ മാദല്ലാഹ് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ദുനിയാവാണ്, എൻ്റെ ശരീരം പോയാൽ എനിക്ക് പ്രശ്നമല്ല. വകുല്ലു കസ്രിൻ ഫഇന്ന ദീന യജ്ബുറുഹു വമാലി കസ്രി ഖനാത്തിദ്ദീനി ജുബ്റാനു. ശരീരം പോയാൽ അള്ളാഹു പകരമുണ്ട്, ആരോഗ്യം പോയാൽ പരിശുദ്ധ ഖുർആൻ പകരമുണ്ട്, ഭാര്യ മരിച്ചു പോയാൽ ഇസ്ലാമിക ശരീഅത്ത് പകരമുണ്ട്, എനിക്ക് രോഗം വന്നാൽ ഇസ്ലാമിക പ്രസ്ഥാനം എനിക്ക് കൂട്ടിനുണ്ട്. പക്ഷേ എൻ്റെ നമസ്കാരം പോയാൽ, എൻ്റെ നോമ്പ് പോയാൽ, എൻ്റെ ലൈംഗിക ശുദ്ധി നഷ്ടപ്പെട്ടാൽ, എൻ്റെ ചാരിത്രത്തിന് ഭംഗം വന്നാൽ, വമാലി കസ്രി ഖനാത്തിദ്ദീനി ജുബ്റാനു, അല്ലാഹുവിനെ നഷ്ടപ്പെടുത്തിയാൽ പകരം വെക്കാൻ ഒന്നും തന്നെയില്ല എന്ന് തിരിച്ചറിഞ്ഞ യൂസുഫ് അലൈഹിസ്സലാം പൊട്ടൻ കിണറ്റിലെറിയപ്പെട്ടപ്പോ മാദല്ലാ എന്ന് പറയാത്ത ആ ചെറുപ്പക്കാരനുണ്ടല്ലോ, ആരാരും കാണാത്ത, CCTV ഇല്ലാത്ത ഏറ്റവും മുകളിലുള്ള റഡാറിന്റെ മുമ്പിലുള്ള യൂസുഫ് തിരിച്ചറിഞ്ഞുകൊണ്ട് പറയുന്നു, മാദല്ലാ എന്നെ കാത്തോളണേ, ഞാൻ വ്യഭിചാരത്തിലേക്ക് ചാടിപ്പോവുകയാണ്, ഏറ്റവും വലിയ പൊട്ടൻ കിണറ്റിലേക്ക്. ഇല്ല തസ്രിഫു അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. സൂറത്ത് യൂസുഫിന്റെ 34-ാമത്തെ സൂക്തത്തിൽ യൂസുഫ് നബി പറഞ്ഞത് അല്ലാഹു ഒപ്പിയെടുക്കുന്നു. യൂസുഫ് നബി പറയാണ്, പടച്ചോനെ എൻ്റെ ബഹുമാനമല്ല, എൻ്റെ ബാപ്പയുടെ ബഹുമാനമല്ല, അവരൊക്കെ ബഹുമാനപ്പെട്ടവരാണ്, മഹാന്മാരാണ്, പുണ്യപുരുഷന്മാരാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. പക്ഷേ അവരാരും എന്നെ രക്ഷപ്പെടുത്തൂല. വഇല്ലാ തസ്രിഫു അന്നി കൈദഹുന്ന, ആ പെണ്ണുങ്ങളുടെ വഞ്ചനയിൽ നിന്ന് എന്നെ നീ ബലമായി പിടിച്ച് മാറ്റിയിട്ടില്ലായിരുന്നുവെങ്കിൽ അസ്ബു ഇലൈഹിന്ന, ഞാൻ അവരുടെ ഉമ്മരപ്പടിയിൽ ചെന്നുകൊണ്ട് വ്യഭിചാരത്തിന് വേണ്ടി, വേശ്യപ്പണിക്ക് വേണ്ടി കെഞ്ചി കെഞ്ചി പിഞ്ചു പൈതലിനെ പോലെ വ്യഭിചാരത്തിന് വേണ്ടി അപേക്ഷിക്കുമായിരുന്നു. അറബി ഭാഷയുടെ സൗന്ദര്യം വെച്ചുകൊണ്ട് വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് പറയുന്നില്ല. അസുബു ഇലൈഹിന്ന, കുട്ടികളെ കുറിച്ചാണ് പറയാ. സ്വബാ യസുബു, സ്വബിയ് എന്ന് പറഞ്ഞാൽ കുട്ടിയാണ്. എനിക്ക് മിഠായി വേണം, എനിക്ക് അപ്പക്കഷ്ണം വേണം, എനിക്ക് കളിക്കോപ്പ് വേണം എന്ന് പറയുന്ന കുട്ടികളെ പോലെ എനിക്ക് വ്യഭിചരിക്കാൻ വേണം, എനിക്ക് നിന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെണ്ണുങ്ങളുടെ ഉമ്മരപ്പടിയിൽ പോയി തെണ്ടുന്നവനായി ഞാൻ മാറുമായിരുന്നു. വഅകും മിനൽ ജാഹിലീൻ, ഞാനങ്ങനെ പടുവിഡ്ഢികളെ കൂട്ടത്തിൽ പെട്ടുപോകുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് പെട്ടില്ല? ഈ കണ്ണാടി എന്തുകൊണ്ട് പൊളിഞ്ഞില്ല? എൻ്റെ പവറല്ല, മറിച്ച് റബ്ബേ, ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം, എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് ഉടഞ്ഞു വീഴാൻ പാടില്ല. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഈ കണ്ണാടി വേണം, ഈ പട്ടണത്തിലെ ജനങ്ങൾക്ക് ഈ കണ്ണാടി വേണം. ഞാൻ ഉടഞ്ഞു വീഴാൻ പാടില്ല. തൊട്ട് ശേഷം 34-ാമത്തെ സൂക്തം ഞാൻ അവസാനിപ്പിച്ചു. 34-ാമത്തെ സൂക്തത്തിൽ സൂറത്ത് യൂസുഫിൽ അള്ളാഹു പ്രതികരിക്കുന്നു. അള്ളാഹുവിനെ മാത്രം വിളിച്ചവൻ, തൗഹീദിൽ അടിയുറച്ചവൻ, പുണ്യപുരുഷന്മാരെ വിളിക്കാത്തവൻ യൂസുഫ് നബിയെ അള്ളാഹു കയറിട്ട് കൊടുത്ത് രക്ഷപ്പെടുത്തുന്നു. ഈ പൊട്ടൻ കിണറ്റിൽ നിന്ന് വലിയൊരു കയറിൻ്റെ കഷ്ണം അള്ളാഹു എറിഞ്ഞു കൊടുക്കുകയാണ്. ഫസ്തജാബ ലഹു റബ്ബുഹു ഫസറഫ അൻഹു കൈദഹുന്ന ഇന്നഹു ഹുവസ് സമീഉൽ അലീം.
എന്നെ മാത്രം വിളിച്ചവൻ ഏത് കൂരിരുട്ടിലും ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ വെച്ചും ഞാൻ മാത്രമേ എല്ലാം അറിയുകയുള്ളൂ, എല്ലാം കാണുകയുള്ളൂ, എല്ലാം കേൾക്കുകയുള്ളൂ. എനിക്കു മാത്രമേ ഒരു പുരുഷൻ്റെയും ഒരു സ്ത്രീയുടെയും ചാരിത്രം സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ മാത്രം വിളിച്ച യൂസുഫ് അലൈഹിസ്സലാം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഞാൻ ഉത്തരം നൽകി. ഫസ്തജാബ ലഹു റബ്ബുഹു ഫസറഫ അൻഹു കൈദഹുന്ന ഇന്നഹു ഹുവസ് സമീഉൽ അലീം. ഞാൻ രക്ഷപ്പെടുത്തി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പരിശുദ്ധ റമദാനിൻ്റെ മഹത്വം കൊണ്ട്, അതിൻ്റെ സാന്ദർഭികത കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും, നാമാകുന്ന ഈ കണ്ണാടിയെ, നമ്മൾ കണ്ണാടിയായിട്ടില്ലെങ്കിൽ നമുക്ക് അല്ലാഹു കണ്ണാടിയാകാനുള്ള ഭാഗ്യം തരട്ടെ. നമ്മൾ കണ്ണാടികളായിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരു പൂർണ്ണാവസ്ഥയിലുള്ള കണ്ണാടികളാക്കി അല്ലാഹു നമ്മെ പരിവർത്തിപ്പിക്കട്ടെ. കണ്ണാടികളായി നിൽക്കുന്ന നമ്മളെ ആര് തന്നെ എവിടെ നിന്ന് ഏത് കല്ല് കൊണ്ടെറിഞ്ഞാലും ഒരിക്കലും ഉടഞ്ഞു വീഴാത്ത രീതിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഇസ്ലാമിൻ്റെ സമാധാനത്തിലേക്ക്, ഇസ്ലാമിൻ്റെ സുരക്ഷിതത്വത്തിലേക്ക്, ഇസ്ലാമിൻ്റെ നീതിയിലേക്ക്, ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ, ധാർമ്മിക, സാമ്പത്തിക, ദാമ്പത്യ, കുടുംബ സംസ്കൃതിയിലേക്ക്, പരിശുദ്ധിയിലേക്ക് ദാഹിച്ചു വലഞ്ഞുകൊണ്ട് വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന ഈ രാജ്യത്തെ ഹൈന്ദവ, ക്രൈസ്തവ, സിഖ്, ജൈന, മതമില്ലാത്ത എല്ലാ വിഭാഗം ജനങ്ങൾക്കും മുമ്പിൽ മിഹ്റാബിൽ കയറി നിൽക്കുന്ന ഇന്നി ജാഇലുക ലിന്നാസ് ഇമാമാ എന്ന് പറഞ്ഞിട്ടുള്ള ഇബ്രാഹീമി മില്ലത്തിൻ്റെ പിന്തുടർച്ചക്കാരായ ഓരോ കണ്ണാടികളായി നിലനിൽക്കാൻ ഈ ചേളന്നൂരിലെയും പരിസരത്തെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും അല്ലാത്ത ഇതര സംഘടനകൾ, എല്ലാ ഇസ്ലാമിക സംഘടനകളുടെയും പണ്ഡിതന്മാർക്കും പ്രവർത്തകർക്കും ഉമ്മമാർക്കും സഹോദരിമാർക്കും വിദ്യാർത്ഥികൾക്കും പുതുതലമുറയിലെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും അല്ലാഹു അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്